الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله سبحانه وتعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله سبحانه وتعالى അവന്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി അവനെ തഖ്വ ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ വിലപ്പെട്ട നാളുകൾ ഓരോന്നോരോന്നായി നമ്മളിൽ കഴിഞ്ഞു കടന്നുകൊണ്ടിരിക്കുന്നു. പവിത്രമായ ഈ മാസത്തിന്റെ പടിയിറക്കത്തെ സംബന്ധിച്ചിട്ട് പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഭാരവാഹികൾ അടുത്ത വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമാ ഖുത്ബ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ നാളുകൾ നമ്മെ പിരിയുന്നു എന്ന് അറിയാനിടവരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന വിങ്ങല്, തേങ്ങല്. പവിത്രമായ ഒരു മാസം അള്ളാഹു നമുക്ക് കനിഞ്ഞരുളി. അനുഗ്രഹങ്ങളുടെയും ഔദാര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും വിശാല കവാടങ്ങൾ അള്ളാഹു നമുക്ക് ഈ ദിനരാത്രങ്ങളിലൂടെ തുറന്നു തരികയും അനുവദിച്ചു തരികയും ചെയ്തു. ആ മാസത്തോടൊപ്പം ചില്ലറ നാളുകൾ സഹവസിച്ച് സഹകരിച്ച് ഒന്നിച്ച് യാത്ര ചെയ്ത് അത് നമ്മെ വിട്ടുപിരിയുമ്പോൾ നമ്മുടെ ഒക്കെ അവസ്ഥ എന്താണ്? മാനസികമായ, ശാരീരികമായ, ആത്മീയമായ, ചിന്താപരമായ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കണം. ഇന്നത്തെ ജുമാ, ഇന്നത്തെ ഖുത്ബ യഥാർത്ഥത്തിൽ ആ തരത്തിലുള്ള ഒരു അവലോകനമാണ്. ഒരുപക്ഷെ നിലാവ് കണ്ടാൽ അടുത്ത വെള്ളിയാഴ്ച റമളാനിന്റേതല്ല, അത് ശവ്വാലിന്റേതാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ പെരുന്നാള് ആഘോഷിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമളാൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞുപോകുന്ന ഈ പവിത്ര മാസം നാളെ പടച്ചവന്റെ സന്നിധാനത്തിൽ വീണ്ടും നമ്മളെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഈ മാസത്തിലൂടെ എന്ത് നേടിയെടുക്കാൻ കഴിഞ്ഞു, ഈ മാസം നമുക്ക് എന്ത് സമ്മാനിച്ചു, ഇത് ഇനിയുള്ള ഒരാഴ്ചക്കാലം നമ്മൾ ആത്മാർത്ഥമായി അവലോകനം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെയും അള്ളാഹുവിൽ നിന്ന് നമുക്ക് അനുവദിച്ച മഗ്ഫിറത്തിനെയും അത് രണ്ടും പൂർണ്ണമായ നിലയിൽ കൈവരിച്ചു കഴിഞ്ഞാൽ അത്തരം അടിയാറുകൾക്ക് നൽകുന്ന ഇത്ഖും മിനന്നാറിനെയും സ്വർഗപ്രവേശനത്തെയും ഒക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൽ പണിയെടുക്കാൻ ആരംഭിച്ചത്. ആ സംഗതികളിലൊക്കെ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന്, ആ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ആത്മാർത്ഥമായി നമ്മൾ വിലയിരുത്തണം, ആലോചിക്കണം. അല്ലാഹു തആല നമ്മുടെ പരിശുദ്ധ റമളാനിനെ നമ്മുടെ ഹഖിൽ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ.
അതിൽ അല്ലാഹു അളവില്ലാതെ പൊഴിച്ച കാരുണ്യത്തിന് സാധുക്കളായ നമ്മളെയും അർഹരാക്കുമാറാകട്ടെ. അവന്റെ വിശാലമായ മഗ്ഫിറത്തിന്റെ കവാടം തുറന്ന് സ്വീകരിച്ച അടിയാറുകളുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട നമ്മളെയും അല്ലാഹു ചേർക്കുമാറാകട്ടെ. നരകത്തിൽ നിന്നും മോചനം എഴുതി നൽകുന്ന പെരടികളിൽ സാധുക്കളായ നമ്മളെയും അല്ലാഹു പെടുത്തിത്തരുമാറാകട്ടെ. നമ്മുടെ പ്രിയങ്കരായ ഉമ്മവാപ്പമാർ, സഹോദരി സഹോദരന്മാരെ അല്ലാഹു പെടുത്തിത്തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഓശാരമായി അവൻ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ജന്നാത്തുൽ ഫിർദൗസ് സാധുക്കളായ നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും പരിശുദ്ധ റമളാനിന്റെ നല്ല നാളുകളെ കൂടുതൽ സജീവമായ നിലയിൽ ഉപയോഗപ്പെടുത്താനും റമളാനിന് ശേഷവും അല്ലാഹുവുമായി ആത്മബന്ധം പുലർത്തി നല്ല അമലുകളിൽ തന്നെ ഉറച്ചു നിൽക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനുമായി സഹവസിച്ചതിന്റെ പേരിൽ ഒന്നിച്ച് നാം യാത്ര ചെയ്ത സഹയാത്രികൻ എന്ന നിലയിൽ ഇത്രയും നാളത്തെ പരിശീലനവും സമ്പർക്കവും മുഖേന നമുക്ക് എന്തു നേടാൻ കഴിഞ്ഞു? എന്തായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ നേടേണ്ടിയിരുന്നത്? ആ നേടിയെടുത്ത സംഗതികളെ അവലോകനത്തിന് വിധേയമാക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളും പാപകർമ്മങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധമായ പുതിയ ഒരു ജീവിതം നയിക്കാനാണ് അല്ലാഹു നമുക്ക് റമളാനിനെ നൽകിയത്. ഒരു ചികിത്സ പോലെ, അതല്ലെങ്കിൽ ഒരു ശുചീകരണ പ്രവർത്തനം പോലെ, പ്രക്രിയ പോലെ അല്ലാഹു നൽകിയ ഈ മാസത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി? ഇതിന്റെ ആദ്യ ഭാഗത്തെയും മധ്യഭാഗത്തെയും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി? ഇപ്പോൾ അവസാന ഭാഗത്തേക്ക് കടന്നപ്പോൾ രാത്രികാലങ്ങളിൽ പടച്ചവന്റെ ഭവനത്തിൽ ഇഅ്തികാഫ് അനുഷ്ഠിച്ചുകൊണ്ടും പകല് വേളയിലും അപ്രകാരം ഇഅ്തികാഫ് അനുഷ്ഠിച്ചുകൊണ്ടും പട്ടിണിയിരുന്നുകൊണ്ടുമൊക്കെ നമുക്ക് എന്ത് നേടാൻ സാധിച്ചു? തീർച്ചയായും അല്ലാഹു അവന്റെ അടിയാറുകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്, കൃപയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ഔദാര്യമുള്ളവനാണ്. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും പറഞ്ഞാലും തീരാത്തതാണ്. ആ അല്ലാഹുവിന്റെ കാരുണ്യത്തെ ഇത്രയേറെ വിശാലമായ നിലയിൽ ഭൂമിയിൽ അവന്റെ അടിയാറുകൾക്ക് നൽകിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് അതെത്രത്തോളം വന്നുകിട്ടി എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ അവൻ വിശാലനായ ഔദാര്യവാനായ ഒരു ധർമ്മിഷ്ഠന്റെ കോലത്തിൽ ഏവർക്കും വീതിച്ചുകൊണ്ടിരുന്ന ഈ ഔദാര്യത്തെ നമ്മളുടെ ചട്ടിയിൽ എത്രത്തോളം സ്വീകരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടത്. എനിക്ക് എത്ര റഹ്മത്ത് കിട്ടി, എന്റെ പാപങ്ങൾ എത്രത്തോളം പൊറുക്കപ്പെട്ടു, എന്റെ ഹൃദയം എത്രത്തോളം കഴുകപ്പെട്ടു, എന്റെ ജീവിതം എത്രത്തോളം സംസ്കരിക്കപ്പെടുകയും പരിഷ്കരിക്കപ്പെടുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ 10നെ സംബന്ധിച്ചിട്ട് നമ്മൾ മഗ്ഫിറത്തിന്റെ 10 എന്നാണ് പറയുന്നത്. മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമ്മൾ ഇത്ഖിന്റെ 10ലേക്കാണ് കടക്കുക. നരകത്തിൽ നിന്നും പെരടികളെ മോചിപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവസാനത്തെ 10നെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ദുആകളിൽ അല്ലാഹുവേ എന്റെ പെരടിയെ നീ മോചിപ്പിക്കണേ എന്ന് ദുആ ഇറക്കുന്നത്, ആ ദുആയെ വർദ്ധിപ്പിക്കുന്നത്. എനിക്കും നീ നിന്റെ നല്ല ആളുകളോടൊപ്പം സ്വർഗ്ഗപ്രവേശനം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. എന്നാൽ ഈ ദുആ ഇറക്കേണ്ട സമയത്ത് ജീവിച്ചിരിക്കാനും അമൽ ചെയ്യാനും അവസരം ലഭിച്ചിട്ടുള്ള നമ്മൾ ആലോചിക്കണം, ഈ പറയുന്നതിനനുസരിച്ചിട്ട് അതിനെത്രത്തോളം എനിക്ക് അർഹതയുണ്ട്, എത്രത്തോളം അർഹതയുണ്ട്. 10 ദിവസക്കാലത്തിന്റെ മഗ്ഫിറത്തിന്റെ നാളുകളിലൂടെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി അള്ളാഹുവിന്റെ സന്നിധിയിൽ വന്ന് ഇതാ ഞാൻ നിന്റെ സ്വർഗം ചോദിക്കാൻ വലിയ അർഹതയും അവകാശമൊന്നുമില്ലെങ്കിലും നീ പറഞ്ഞതുപോലെ അത്തരം ചികിത്സകളൊക്കെ നടത്തി പടച്ചവനെ. കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി, പരമാവധി ഞാൻ ശുദ്ധനായി. ഇനി എന്നെയും കൂടെ ആ കൂട്ടത്തിൽപ്പെടുത്തണേ, എന്നെയും കൂടെ അങ്ങോട്ട് കയറ്റണേ, എനിക്കും കൂടെ പ്രവേശനം തരണേ. ഇതാണ് വാസ്തവത്തിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ പടച്ചവനോട് നമ്മൾ പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, പടച്ചവനെ നീ പറഞ്ഞതുപോലെ ഞാൻ എന്നെ കഴുകിയിട്ടുണ്ടോ, വൃത്തിയാക്കിയിട്ടുണ്ടോ? അഴുക്കുകളും മാലിന്യങ്ങളും പാപത്തിന്റെ കറകളുമൊക്കെ എന്നിൽ നിന്നും എത്രത്തോളം എനിക്ക് ശുചിയാക്കാൻ സാധിച്ചിട്ടുണ്ട്, എത്രത്തോളം വൃത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്? സാധാരണ നമ്മൾ നമ്മളുടെ മക്കളോട് പെരുമാറുന്നതൊന്ന് ആലോചിക്കുക. അവർ വൈകുന്നേരം കളിക്കാൻ പോയി, നമ്മൾ അവരോട് പാടില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ ചെളിയിലും അഴുക്കിലും മലിനജലത്തിലുമൊക്കെ അവർ കളിച്ചു. കളി കഴിയുവോളം അവർക്ക് കളിയിൽ ആവേശമായിരിക്കും. കഴിയാനാകുമ്പോഴേക്ക് അവരുടെ മനസ്സിൽ വെപ്രാളം വരും. ഉമ്മ പറഞ്ഞതാണ് ഇങ്ങനെ കളിക്കരുതെന്ന്, ഉപ്പ പറഞ്ഞതാണ് കളിക്കരുതെന്ന്.
കളിയുടെ സമയം കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഒപ്പം വരും, പേടി വരും. അവർ പേടിച്ച് ഗേറ്റുമെല്ലാം തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഉമ്മ, ഉപ്പ അല്ലെങ്കിൽ അവരുടെ മുതിർന്ന ആളുകൾ അവരോട് കോപിക്കും, ദേഷ്യം പിടിക്കും, കണ്ണുരട്ടി കാണിക്കും. കുട്ടികളായതുകൊണ്ട് അവരെ ഗേറ്റിന് വെളിയിലാക്കാൻ കഴിയില്ലല്ലോ, മടക്കി അയക്കാൻ കഴിയില്ലല്ലോ, തിരിച്ചെടുക്കൂലെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദേഷ്യത്തോടെ കോപത്തോടെ ഉമ്മമാര് പറയാറുള്ളത്, പോടാ, നന്നായിട്ട് കുളിക്ക്, വൃത്തിയായിട്ട് കൈയും കാലും തേച്ച് കഴുകു, ഈ വാടയും ദുർഗന്ധവും ഒക്കെ കളഞ്ഞിട്ടല്ലാതെ പുരക്കുള്ളിൽ ഞാൻ കേറ്റൂല, കയറിപ്പോകരുത്, അകത്ത് ചോട്ടിപ്പോകരുത്. പ്രിയമുള്ളവരെ, ആ കുട്ടി അനുസരണയോടുകൂടി പുറകിലൂടെ പോയി കൈയും കാലും ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധിയായി വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ വീണ്ടും ഉമ്മ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കട്ടെ, ചൊലിയൊക്കെ പോയോ, അഴുക്കൊക്കെ പോയോ, ദുർഗന്ധമൊക്കെ പോയോ. ഒരുപക്ഷെ അവൻ ശ്രദ്ധയില്ലാതെ വേഗത്തിൽ അശ്രദ്ധനായ നിലയിലാണ് കഴുകി കയറിയതെങ്കിൽ അവനോട് വീണ്ടും ശകാരിക്കും, പോടാ, ഒന്നും കൂടെ പോയി കുളിക്കും. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഈ ഉദാഹരണം ആലോചിക്കുകയായിരുന്നു. ഇന്നലത്തെ രാത്രി പരിശുദ്ധ ഖുർആനിൽ നിന്നും പടച്ചവൻ നമ്മളെ കേൾപ്പിച്ച ആ വചനങ്ങൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവന്റെ അടിയാറുകളോട് ഒരു ഉപ്പയേക്കാളേറെ സ്നേഹത്തോടെ പെരുമാറുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളും വചനങ്ങളും. ആ വചനങ്ങളിൽ അള്ളാഹു നമ്മോട് പെരുമാറുന്ന രീതിയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ തരത്തിലൊക്കെ ആലോചിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ആ തരത്തിൽ ഒരു കുഞ്ഞ് ഉമ്മയുടെ ശകാരത്തിനും കണ്ണുരുട്ടലിനും വഴിപ്പെട്ടുകൊണ്ട് അവന്റെ ശരീരത്തെ നന്നായി കഴുകി വൃത്തിയാക്കി ഉള്ളിൽ വന്നാൽ ആ ഉമ്മ അവന് ചായ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, സന്തോഷിപ്പിക്കും, ആശ്വാസവാക്കുകൾ പറയും. നേരെ മറിച്ച് അവൻ ഈ പറയുന്ന കാര്യത്തിൽ വീണ്ടും അശ്രദ്ധനായി എങ്കിൽ, ചില കുട്ടികൾ കാണുന്നില്ല, കുളിച്ചിട്ട് കയറി വന്ന് അവന്റെ ശരീരത്തിൽ അഴുക്കുകൾ അങ്ങനെ തന്നെ ബാക്കിയായി, അവന് നല്ല വസ്ത്രം എടുത്തണിഞ്ഞു, ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അവന് കട്ടിലിൽ ഇരുന്നു, വീട്ടിന്റെ ഉള്ളിലിരുന്നു. ഉമ്മമാര് ദേഷ്യപ്പെടും, വന്നിട്ട് പറ, വീട് മുഴുവൻ പടക്കാക്കി, നീ കുളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, നീ ഇട്ട പുതിയ കുപ്പായം പടക്കാക്കി, നീ ഇരുന്ന ബെഡ് പടക്കായി, നീ ഇരുന്ന സ്ഥലങ്ങളൊക്കെ പടക്കായി. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രി മുഴുവനും ഈ വിനീതന്റെ മനസ്സിൽ ഈ ഉദാഹരണമായിരുന്നു. പടച്ചവനെ, ഞങ്ങൾക്ക് നീ 10-20 ദിവസക്കാലം അനുവദിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളുടെ അഴുക്കുകളും മാലിന്യങ്ങളും കറകളും ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വന്നാൽ സ്വർഗത്തിൽ കയറ്റാമെന്ന് നീ ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നു. ഞങ്ങളുടെ ഉറക്കത്തിന്റെയും അലസതയുടെയും അലംഭാവത്തിന്റെയും ജീവിത തിരക്കുകളുടെയും മടിയുടെയും ഒക്കെ ഇടയിൽ ഈ കുട്ടികൾ ശ്രദ്ധിക്കാതെ കഴുകുന്നത് പോലെ കുളിക്കുന്നത് പോലെ കഴുകി വന്നു. നിന്റെ ഭവനത്തിലേക്ക് വന്ന് നിന്റെ പരിശുദ്ധമായ സ്വർഗത്തെ തേടി നിന്റെ അടുക്കൽ ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളോട് നിന്റെ നിലപാട് ഇങ്ങനെ ആകാൻ ഇടയുണ്ട്. ഞങ്ങൾ കുളിച്ചത് ശരിയായില്ല, ഞങ്ങൾ വൃത്തിയാക്കിയത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ റമദാനിന് ശേഷം ഈ സമുദായം പോയിരിക്കുന്നിടങ്ങളിലൊക്കെ മലിനമാകാറുണ്ട്. ഈ സമുദായം അണിയുന്നതൊക്കെ മാലിന്യത്താൽ മൂടിപ്പോകാറുണ്ട്. ഈ സമുദായം ചെന്നെത്തുന്നിടങ്ങളിലൊക്കെ ഈ സമുദായത്തെ സംബന്ധിച്ച് ആക്ഷേപിക്കാറുണ്ട്. നോമ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, എന്നിട്ടും ഒരു മാറ്റവും വന്നില്ലല്ലോ, നോമ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, പിന്നെയും ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, നോമ്പിൽ ഇവൻ എത്ര നിസ്കരിച്ച ആളാ, എത്ര നോമ്പെടുത്ത ആളാ, പക്ഷെ എന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മൾ അതിന്റെ അടിയൊഴുക്കുകളെ സംബന്ധിച്ചിട്ട് ആലോചിക്കണം. വാസ്തവത്തിൽ പടച്ചവൻ നമുക്ക് നൽകിയ ഈ പ്രക്രിയകളെ, നമുക്ക് നൽകിയ ഈ ചികിത്സകളെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ 10-20 ദിവസക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെ നമ്മളുടെ ഉള്ളും പുറവും ഒരുപോലെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി സ്വർഗം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ ഭവനത്തിലേക്ക്, ശുദ്ധമായ ഭവനത്തിലേക്ക്, സാലിഹ്യങ്ങളും മുത്തഖീങ്ങളും മാത്രം പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഭവനത്തിലേക്ക് കയറാനുള്ള യോഗ്യതയോടുകൂടി പള്ളിയുടെ ഉള്ളിൽ വന്നിരുന്ന് എത്തിക്കാഫ് അനുഷ്ഠിച്ചുകൊണ്ട് പടച്ചവനെ, ഈ പാവപ്പെട്ടവന്റെ പെരടിയെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ, ഈ പാവപ്പെട്ടവനെയും നീ നിന്റെ സ്വർഗത്തിൽ കടത്തണേ എന്ന് പറയാനാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, ഓശാരം കൊണ്ട്, ഫള് കൊണ്ട് സാധുക്കളായ നമ്മളെയൊക്കെ നമ്മളുടെ ചെറിയ ചെറിയ അമലുകളെ സ്വീകരിച്ചുകൊണ്ട് നല്ലവരുടെ കൂട്ടത്തിൽ വിളിക്കുമാറാകട്ടെ, ചേർക്കുമാറാകട്ടെ. ഓട്ടടാ, നിന്റെ ഒക്കെ ഞാൻ മാപ്പാക്കി, നിന്റെ ചെറിയ ചെറിയ പണിയൊക്കെ ഞാനങ്ങ് സ്വീകരിച്ചുവെന്ന് കാരുണ്യത്തോടുകൂടി പറഞ്ഞ് ആ കവാടത്തെ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാധുക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ പോരായ്മകളെയും കുറവുകളെയും ഒക്കെ അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ.
പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ ഇന്നലെ ഓതിക്കേട്ട ചില്ലറ ആയാത്തുകൾ, സൂറത്തുകൾ, അതിലൂടെ വിനീതമായി എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി, പരിശുദ്ധ റമദാനിൽ നിന്നും ഇത്രയും ദിവസകാലത്തെ അമലുകളിലൂടെ, ഇബാദത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, അതുമായി നമ്മൾ പുലർത്തിയ താൽക്കാലിക ബന്ധത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു സംഗതി, ഒരു സ്വത്ത്, സമ്പാദ്യമെന്ന് പറയുന്നത് കാരുണ്യവാനായ നമ്മുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തിരിച്ചറിവാണ്. ഞങ്ങൾക്കൊരു റബ്ബുണ്ട് എന്ന അറിവ്, ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്. ഞങ്ങളെ എത്ര മാലിന്യത്തിൽ നിന്നും, അഴുക്കുകളിൽ നിന്നും, പാപക്കറകളിൽ നിന്നും തിരിച്ചുപോയി പടച്ചവനെ എന്ന് വിളിച്ചാൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾക്കൊരു റബ്ബുണ്ട് എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കാനുണ്ടായിരുന്നത് എന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ റഹ്മത്താണ്, മഗ്ഫിറത്താണ്, ഇത്ഖാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാനുള്ള ഒരു സംഗതി, നമുക്കൊരു റബ്ബുണ്ട് എന്ന ബോധം, നമുക്കൊരു റബ്ബുണ്ട് എന്ന തിരിച്ചറിവ്. നമുക്കൊരു റബ്ബുണ്ട്, അവൻ പുറത്തു തരുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, തിരിച്ചെടുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. എത്ര വലിയ അക്രമികളോടും, എത്ര വലിയ കേടികളോടും, എത്ര വലിയ പോക്രികളോടും വിശാല മനസ്ഥിതിയോടുകൂടി മാപ്പ് ചെയ്യുന്നവരാണ്. അങ്ങനത്തെ ഒരു റബ്ബ് നിനക്കുണ്ട്, അങ്ങനത്തെ ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന തിരിച്ചറിവും ബോധവുമാണ് വാസ്തവത്തിൽ ഈ നാളുകളിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. ഞാൻ എന്റെ വിനീതമായ ചിന്തകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാണ്, ഒരു പ്രസംഗം നടത്തുകയല്ല. നമ്മൾ ചില ആളുകളെ സംബന്ധിച്ചിട്ട് അവർ വലിയ ഉസ്താദന്മാരാണ്, അവർ വലിയ ഷെയ്ഖന്മാരാണ്, അല്ലെങ്കിൽ അവർ വലിയ മന്ത്രിമാരാ, അവർ വലിയ നേതാക്കന്മാരാ. അവരുടെ അടുത്തോട്ടൊന്നും നമുക്ക് പോകാൻ തന്നെ കഴിയില്ല. അവരും നമ്മളും എത്ര ദൂരത്താണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്നു. യാദൃച്ഛികമായി ഒരു യാത്രയിൽ അവരോടൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. ദീർഘമായ യാത്രയിൽ 2 ദിവസം 3 ദിവസം നമ്മൾ അവരോടൊപ്പം സഞ്ചരിച്ചപ്പോൾ മറ്റാരുമില്ലാത്ത ആ സമയത്ത് നമ്മൾ വലിയ ഉസ്താദായി, വലിയ ഷേഖായി, വലിയ നേതാവായി കണക്കാക്കിയിരുന്ന ഈ ആള് നമ്മളോട് ചിരിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചു ചിരിച്ചു. നമ്മളോട് വിശേഷം ചോദിച്ചു, നമ്മൾ അങ്ങോട്ട് വിശേഷം പറഞ്ഞു. വീണ്ടും വിശേഷങ്ങൾ ആവർത്തിച്ചു. ഇങ്ങനെ 2-3 ദിവസക്കാലം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാൻ ഒരവസരം കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലായി, നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല ഇത്. നമ്മൾ വിചാരിച്ചതുപോലെ വലിയ ഉസ്താദും വലിയ ഷേഖും ഒക്കെ ആണെങ്കിലും ആള് നല്ല മനുഷ്യനാണ്, എല്ലാരോടും ചിരിക്കുന്നു, എല്ലാരോടും വർത്താനം പറയും. നമ്മൾ വിചാരിച്ചത് നമുക്കൊന്നും വർത്താനം പറയാൻ കഴിയില്ല എന്ന്. ഇത്രയും വലിയ മനുഷ്യനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം പുലർത്താനും സ്ഥാപിക്കാനും സാധിച്ചല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് തോന്നാറുണ്ട്. വാസ്തവത്തിൽ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ റഹ്മത്ത് പൊഴിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചവനെ പരിചയപ്പെട്ടപ്പോൾ അത് മറ്റു മാസങ്ങളെയും ദിവസങ്ങളെയും അപേക്ഷിച്ച് കുറച്ച് കൂടുതലായി ഖുർആൻ ഓതിയിട്ടും, കൂടുതലായി നമസ്കരിച്ചിട്ടും, കൂടുതലായി പട്ടിണി ഇരുന്നിട്ടും പടച്ചവനെ കുറിച്ചിട്ട് അടുക്കാൻ അവസരം കിട്ടിയപ്പോൾ തരക്കേടില്ല, അവൻ റഹ്മാനാണ്, അവൻ കാരുണ്യവാനാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒന്നും നരകത്തിലിട്ട് ശിക്ഷിക്കുന്നവനല്ല. നമ്മളുടെ അബദ്ധങ്ങളൊക്കെ അവൻ മാപ്പാക്കി തരുന്നവനാണ്. രണ്ടാമത്തെ 10 ദിവസത്തിൽ കുറച്ചുകൂടി അടുത്തപ്പോൾ ഞാൻ പാപിയാണ്. വഹ്ശി റളിയല്ലാഹു അൻഹു അവറുകൾ പറഞ്ഞതുപോലെ വഹ്ഷിക്ക് അവിടെ പുറത്തു കിട്ടാനാ. വഹ്ശി അവന്റെ ഈ കൈകളൊക്കെ പാപഭംഗിലമാണ്. വഹ്ശി അവന്റെ ശരീരം കൊണ്ട് പാപമല്ലാത്ത മറ്റൊന്നും ചെയ്തിട്ടില്ല. വഹ്ഷിയുടെ മനസ്സ് മലിനമാണ്. വഹ്ഷിയുടെ ജീവിതം അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്നതാണ്. വഹ്ഷി ഇതൊക്കെ ചെയ്തതിനു പുറമെ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകളെ കരയിപ്പിച്ചവനാണ്. അവിടുത്തെ പ്രിയപ്പെട്ട അലാഫയെ ചാട്ടുളി പ്രയോഗത്തിലൂടെ അറുവല നടത്തിയവനാണ്. കൊന്ന് മലർത്തിയിട്ട് ഹംസ എന്ന പ്രിയപ്പെട്ട പിതൃവ്യനെ വെറുതെ വിടാതെ നെഞ്ചു പുലർത്തി അതിൽ നിന്നും കരള് പുറത്തെടുത്ത് ചവച്ചരച്ച് പ്രതികാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹിന്ദിന് കൊടുത്തവനാണ്. ഈ വർഷയ്ക്ക് അവിടെ പുറത്തു കിട്ടാനാ ഇല്ല, ഈ വർഷയ്ക്ക് മാപ്പ് കിട്ടൂല. പടച്ചവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ദൂതന്മാരെ അയച്ച് ആ മനുഷ്യന്റെ മനസ്സ് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ അള്ളാഹു ആയത്തിറക്കി. ആദ്യം ഒരായത്തിറക്കി. അള്ളാഹുവിന്റെ ആ ആയത്തിലൂടെ വഹ്ശി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല, അത് സാധാരണ പാപികൾക്ക് പറഞ്ഞ വാക്കാണ്, വഹ്ശിയെ പോലത്തെ ആൾക്കല്ല, വഹ്ശിക്ക് പുറത്തു കിട്ടൂല. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി. അപ്പോഴും വഹ്ശി പറഞ്ഞില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, ഞാൻ ഇവിടെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അക്രമിയാണ്. അവസാനമായി നമ്മുടെ കാരുണ്യവാനായ റബ്ബ് ഇന്നലത്തെ തറാവീഹ് നമസ്കാരത്തിൽ ഓതിക്കേട്ട വചനം അവതരിപ്പിച്ചു. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയേ,
സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട് പറയും, ജനത്തോട് പറയും, ലോകത്തോട് പറയും, എന്റെ അടിയാറുകളോട് പറയും. എങ്ങനത്തെ അടിയാറുകളോടാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. രാത്രി മുഴുവൻ തറാവീഹ് നിസ്കരിക്കുകയും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയും ചെയ്ത എന്റെ അടിമകളോട് പറയാനല്ല, പകല് മുഴുവൻ നോമ്പെടുക്കുകയും ഖുർആൻ ഓതുകയും ദാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്ത അടിമകളോട് പറയുമെന്നല്ല. പിന്നെയോ ആർക്കും വേണ്ടാതെ, ആരും തിരിഞ്ഞു നോക്കാതെ, ആരും ഉപദേശിക്കാതെ, ആരും നേരായ മാർഗത്തിലേക്ക് തെളിയിക്കാനോ നടത്താനോ ഇല്ലാതെ തള്ളപ്പെട്ടവനായി, മോശപ്പെട്ടവനായി, കുടിയനായി, മുടിയനായി, മോശക്കാരനായി, പള്ളിയിൽ നിന്നും മഹല്ലിൽ നിന്നും കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കപ്പെട്ടവനായി, തെരുവോരങ്ങളിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവനായി, കഞ്ചാവിനും വൃത്തികേടുകൾക്കും അടിമപ്പെട്ടവനായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വഹ്ഷിയെ പോലത്തെ എന്റെ അടിമകളുണ്ടെങ്കിൽ 1500 വർഷങ്ങൾക്ക് ശേഷവും അവരെ വിളിക്ക് നബിയെ, ഞാനിവിടെ ഉണ്ട്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. എന്റെ കാരുണ്യത്തിന്റെ കവാടത്തിൽ നിന്നും, എന്റെ റഹ്മത്തിന്റെ വടിഞ്ഞൊഴുകുന്ന വിശാലമായ നിഅമത്തിൽ നിന്നും അവരാരും നിരാശപ്പെടേണ്ട. ഇങ്ങോട്ട് വരാൻ പറയും, ഇങ്ങോട്ട് വരാൻ പറയും, ഞാൻ സ്വീകരിക്കാം. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ അല്ലാഹു അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളെ ഓതിക്കേൾപ്പിക്കുന്ന ഈ വചനം, ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കേട്ട മുഴുവൻ ആയത്തുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ആകെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, നിന്നെ ആർക്കും വേണ്ടെങ്കിലും, നിന്നെ ആരും സ്വീകരിക്കൂലെങ്കിലും, നിന്നെ എവിടെയും എടുക്കൂലെങ്കിലും ഞാൻ എടുക്കാം, ഞാൻ സ്വീകരിക്കാം. വഹ്ഷിയെ സ്വീകരിച്ച പടച്ചവൻ പിന്നെ എന്തുകൊണ്ട് നോമ്പെടുത്ത് നമ്മളെ സ്വീകരിച്ചുകൂടാ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന. എന്തേ അവര് ഈ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ല? എന്തേ അവര് ഈ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല? ഇത് ആരോട് പറഞ്ഞതാണ്? ആരോട് ചോദിച്ചതാണ്? കുഫാറുകളോട് ചോദിച്ചതാണ്, അഹ്ലു കിതാബുകാരോട് ചോദിച്ചതാണ്. അവരോടാണ് അല്ലാഹു ചോദിക്കുന്നത്, ഇത്രയും കരുണയുള്ള ഒരു റബ്ബ് നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിരുന്നിട്ട് എന്താ അവനോട് നിങ്ങൾക്ക് പൊറുക്കലിനെ തേടാൻ കഴിയാത്തത്? അങ്ങനെയാണെങ്കിൽ നോമ്പെടുത്ത നമ്മളോട് അല്ലാഹുവിന്റെ നിലപാടെന്തായിരിക്കും? പ്രിയമുള്ളവരെ, പട്ടിണിയിരുന്ന നമ്മളോട്, രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് പടച്ചവന്റെ മുമ്പിൽ സുജൂദ് റുക്കൂഉകൾ ചെയ്ത നമ്മളോട് എന്താ നിങ്ങൾ എന്നോട് പൊറുക്കലിനെ തേടാത്തത്? ഞാൻ സ്വീകരിക്കും. നമ്മൾ നിരാശപ്പെടണ്ട, നമ്മൾ നിരാശപ്പെടണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്. ഇന്നലത്തെ വചനത്തിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്നത് എത്ര ആശാവഹമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, എന്റെ അടിമയ്ക്ക് ഞാൻ പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, ഈ അടിമയ്ക്ക് ഞാൻ പോരെ? ഞാനുണ്ട്, ഞാൻ പോരെ? വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. ഞാനല്ലാത്ത വേറെ ആരുടെയെങ്കിലും പുറകിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അതിനെ നിങ്ങളോട് ഭയപ്പെടുത്തുന്നു. നിങ്ങൾ വേറെ ആരുടെയും പുറകിൽ പോകണ്ട, നിങ്ങൾ വേറെ ആരുടെയും ഓശാരത്തിന് ആശിക്കണ്ട, ആരുടെയും ദാക്ഷിണ്യത്തിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കണ്ട, അതെനിക്കിഷ്ടമല്ല. വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ പോരെ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, വീണ്ടും അല്ലാഹു പറയുന്നു, നബിയെ സമൂഹത്തോട് ചോദിക്കും, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഇത്രയും കാരുണ്യവാനായ, ഇത്രയും സ്നേഹനിധിയായ, ഇത്രയും വാത്സല്യനിധിയായ എന്റെ റബ്ബിനെ അല്ലാതെ വേറെ ആരുടെ മുമ്പിലാ ഞാൻ ആരാധനകൾ അർപ്പിക്കേണ്ടത്? എന്റെ വേദനകൾ സമർപ്പിക്കേണ്ടത്? എന്റെ വിഷമങ്ങൾ പറയേണ്ടത് വേറെ ആരോടെങ്കിലും പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, നിങ്ങൾ വിവരം കെട്ടവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഇല്ല, എന്റെ ഈ റബ്ബിന്റെ മുമ്പിൽ, എന്റെ ഈ റബ്ബിന്റെ മുമ്പിൽ എന്റെ എല്ലാ വേദനകളും കേൾക്കാൻ, എന്റെ എല്ലാ വിഷമങ്ങളും കേൾക്കാൻ, എന്റെ എല്ലാ പ്രയാസങ്ങളെയും കേൾക്കാൻ, അതൊക്കെ പരിഹരിച്ചു തരാൻ തയ്യാറായി നിൽക്കുന്നവനായ എന്റെ റബ്ബിന്റെ മുമ്പിലല്ലാതെ വേറെ ആരുടെ മുമ്പിലും എനിക്ക് പറയാനില്ല. അവന്റെ മുമ്പിലല്ലാതെ വേറെ ആരുടെ മുമ്പിലും എന്റെ തല ഞാൻ ചായ്ക്കാനുമില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് പരാതി പറയപ്പെട്ടു. ഇന്നലെ സൂറത്ത് ഗാഫിർ ഓതി. അത് ഓതിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്ത വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പങ്കുവെക്കാം. സൂറത്തുൽ ഗാഫിറിന്റെ വചനം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഭരണകാലത്ത് ഒരാളെ സംബന്ധിച്ചിട്ട് പരാതിപ്പെട്ടു. ഒരാളെന്ന് പറഞ്ഞാൽ നാട്ടിലെ പോക്കരിയാണ്, തെമ്മാടിയാണ്, നാട്ടുകാർക്ക് ഇടങ്ങേറും കുഴപ്പവും കുലുമാലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ കേടി, ഒരു തെമ്മാടി. ആ മനുഷ്യനെ സംബന്ധിച്ചിട്ട് പരാതി പറഞ്ഞു. സാധാരണഗതിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സ്വഭാവവും അദ്ദേഹത്തിന്റെ ശൈലിയും അദ്ദേഹത്തിന്റെ ഭരണരീതിയും ഒക്കെ മനസ്സിലാക്കിയ ആളുകൾ ഈ മനുഷ്യനെതിരെ കർശനമായ ഒരു നടപടി ആഗ്രഹിച്ചുകൊണ്ടാണ്, ഈ മനുഷ്യനെതിരെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറസ്റ്റ് വാറണ്ടും ജാമ്യമില്ലാ വാറണ്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പരാതിയുമായി വന്നത്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ സന്നിധിയിൽ വന്നിട്ട് ആ മനുഷ്യനെ കുറിച്ചിട്ട് പരാതി പറഞ്ഞു. അവൻ പോക്കരിയാണ്, തെമ്മാടിയാണ്, വൃത്തികെട്ടവനാണ്, കുരുത്തം കെട്ടവനാണ്, നാട്ടുകാർക്ക് അടങ്ങാറാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ ആളുകൾ വിചാരിച്ചത് ഉടനടി ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ സ്ഥിരം പതിവനുസരിച്ചിട്ട് ആ മനുഷ്യനെതിരെ വാറണ്ട് പുറപ്പെടുവിക്കും, അയാളെ കുറ്റത്തിന് ശിക്ഷയ്ക്ക് വിധിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ആ പരാതികൾ മുഴുവൻ ശ്രദ്ധിച്ചു. എല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു ബ്ലാങ്ക് പേപ്പർ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ പേപ്പറിൽ അദ്ദേഹം കൈപ്പടയിൽ ചില്ലറ വചനങ്ങൾ എഴുതി. അത് മറ്റൊന്നുമായിരുന്നില്ല, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വാചകങ്ങൾ ഇവിടെ കുറിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير ما يجادل في آيات الله حميم تنزيل الكتاب من الله العزيز الحكيم സൂറത്തുൽ ഗാഫിറിന്റെ ആദ്യ വരികൾ കുറെ അദ്ദേഹം എഴുതി. മറ്റൊന്നും എഴുതാതെ ആ കത്ത് ആ തെമ്മാടി എന്ന നാട്ടുകാരെ പരാതിപ്പെട്ട മനുഷ്യനിലേക്ക് അയച്ചു കൊടുത്തു. അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് തന്നയച്ച ഒരു കത്താണ്. ഈ പരാതി കൊടുത്ത ആളുകളുടെയും കേൾക്കുന്ന നമ്മളുടെയും വീക്ഷണത്തിൽ ഒരുപക്ഷേ ഇതൊരു അറസ്റ്റ് വാറണ്ടാണ്, ഇത് ഹാജരാകുന്നതിന് വേണ്ടി നൽകുന്ന നോട്ടീസാണ്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ആ മനുഷ്യന്റെ മനഃശാസ്ത്രം അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ചികിത്സയായിരുന്നു. അദ്ദേഹം ഈമാനുള്ളവനാണ്, മുഅ്മിനാണ്. ജീവിത സാഹചര്യത്തിൽ സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സാഹചര്യത്തിന്റെയും സമ്മർദ്ദത്തിൽപ്പെട്ട് തെറ്റുകുറ്റങ്ങളിൽ പെട്ടുപോയി, കുടുങ്ങിപ്പോയി. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളൊരു ചെറിയ ഉത്ബോധനമെങ്കിലും നൽകണം. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പടച്ചവന്റെ ഈ വാക്യങ്ങൾ എഴുതിയ പേപ്പർ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ആ ഈമാനുള്ള മനുഷ്യൻ, ഈമാനുണ്ട് എന്നാലും അബദ്ധത്തിൽ പാപങ്ങൾ ചെയ്തുപോയി, തെറ്റുകൾ ചെയ്തുപോയി. മദ്യപാനിയായ സഹോദരൻ രാത്രിയിൽ അവന്റെ മനസ്സ് അലങ്കോലപ്പെടുമ്പോൾ പണമില്ലെങ്കിലും ആരോടെങ്കിലും എരഞ്ഞിട്ടോ തെണ്ടിയിട്ടോ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ മദ്യം കുടിക്കുന്നു. അവൻ രാത്രി സുഖമായി, അവന്റെ അർത്ഥത്തിൽ രാത്രി സുഖമായി ഉറങ്ങും. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഏത് മദ്യപാനോടും ചോദിക്കും, പ്രിയമുള്ളവരെ, അവന്റെ മനസ്സ് വേവലാതിപ്പെടുന്നു. ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു, ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു, ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു, ചെയ്യേണ്ടിയില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ അടിമയോട് ബാടാ, നീ പാടില്ല എന്ന തിരിച്ചറിയോടുകൂടി പടച്ചവനെ പുറത്തു തരണേന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു തരും. നമ്മുടെ മനസ്സിന്റെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഹറാമാക്കിയ ഈ സാധനത്തെ ഉപയോഗിക്കുന്നതിന് പകരം അള്ളാഹു ഹലാലാക്കിയ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇബാദത്തുകളിലൂടെ, അള്ളാഹുമായുള്ള സാമീപ്യത്തിലൂടെ നമുക്കത് കിട്ടും വാ സഹോദര എന്ന് പറയാൻ ഒരാളില്ല. പടച്ചവനെ കുറിച്ച് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരാളില്ല. വാസ്തവത്തിൽ ഈ റമദാനിന് തൊട്ടു മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നെ സമീപിച്ചു. സ്വകാര്യമായ നിലയിൽ തുറന്ന് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം എന്നോട് വളരെ ഇതായിട്ട് പറഞ്ഞത്, എനിക്ക് ഒരു പീസ് വേണം, മനസമാധാനം വേണം, സന്തോഷം വേണം. ഇപ്പം എനിക്ക് സമാധാനം കിട്ടുന്നുണ്ട്, പക്ഷെ ആ കിട്ടുന്നത് മദ്യത്തിലൂടെയാണ്, കഞ്ചാവിലൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് മദ്യപിച്ചാൽ നല്ല റാഹത്തായി, സന്തോഷമായി. നന്നായി കൂട്ടുകാരന്മാരുടെ കൂടെ കൂടിയിട്ട് ശേഷം കഞ്ചാവ് കഴിച്ചാൽ സമാധാനമായി. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇതൊന്നുമില്ലാതെ നിങ്ങളെ കൂടെ കൂടിയിട്ട് മനസ്സിന് സമാധാനം കിട്ടണം. അതിന് ഞാൻ എന്താ വേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, ഇതൊരു ചെറുപ്പക്കാരന്റെ മനസ്സല്ല, ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ മുസ്ലിം സമുദായത്തിൽ ഇന്ന് വൃത്തികേടുകളുടെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ഭൂരിപക്ഷത്തിന്റെ മാനസികാവസ്ഥയാണ്. ആദ്യം അങ്ങനത്തെ ഒരു പശ്ചാത്താപത്തിന്റെ മനസ്സുമായി വേണ്ടിയില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ബാമോനെ എന്ന് പറയാൻ നമ്മൾ പോയിരുന്നുവെങ്കിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഈ വചനമെഴുതിയ എഴുത്ത് അദ്ദേഹത്തിന് ലഭിച്ചതുപോലെ ഒരു എഴുത്തു കൊടുക്കാൻ നമ്മുടെ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമുദായം ഇങ്ങനെ ബടക്കാവുമായിരുന്നില്ല, നമ്മുടെ സമുദായം ഇത്രയേറെ ദുഷിക്കുമായിരുന്നില്ല. ആ തെമ്മാടി എന്നും പോക്കിരി എന്നും നാട്ടുകാരെ വിധി എഴുതിയ ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഈ കത്ത് നിവർത്തി പരിശുദ്ധനായ പടച്ചവന്റെ വചനം അറബി അറിയുന്ന മൂമിനായ ആ മനുഷ്യൻ നന്നായി വായിച്ചു, ആവർത്തിച്ച് വായിച്ചു. ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ, ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അവൻ മാത്രമേ നമുക്ക് ഇലാഹായിട്ടുള്ളൂ, അവനിലേക്കാണ് നമ്മളുടെ മടക്കം. നമ്മളിനി എവിടെ പോയാലും
ഒരുപക്ഷെ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ മദ്യത്തിലൂടെ ആ സമാധാനത്തെ കണ്ടെത്തിയിട്ട് കുറച്ചു കാലം അങ്ങനെ നമുക്ക് കഴിഞ്ഞുകൂടാൻ സാധിച്ചെന്ന് വരും. പക്ഷേ അങ്ങനെ കഴിഞ്ഞ് അവസാനം നമ്മൾ മടങ്ങിച്ചെല്ലേണ്ടത് ആ അല്ലാഹുവിലേക്കല്ലേ? എത്ര കളി കളിച്ചാലും എവിടെയൊക്കെ ഓടി ഒളിച്ചാലും എങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചാലും അവസാനം ചെന്നെത്തേണ്ടത് ആ അല്ലാഹുവിലേക്കല്ലേ? അവന്റെ മുമ്പിൽ പോയി കൈകൊട്ടി നിൽക്കേണ്ടി വരികയില്ലേ? ഈ ബോധം ആ മനുഷ്യന്റെ മനസ്സിനെ മാറ്റി. അദ്ദേഹം നന്നായി പശ്ചാത്തപിച്ചു. ജീവിതത്തിൽ വലിയ പരിവർത്തനമുണ്ടായി. കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം നാട്ടിൽ ജീവിച്ചിരിക്കുന്ന വലിയായി മാറി. നാട്ടുകാരോട് അദ്ദേഹം പറയുമായിരുന്നു, സഹോദരങ്ങളെ, എങ്ങാനും അന്ന് ഉമർ എന്നെ 100 അടി അടിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ഉമർ എന്നെ നാട് കടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, ഉമർ എനിക്കെതിരെ ഊരുവലക്ക് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ മുടിയനായി ചത്തുപോകുമായിരുന്നല്ലോ. എന്റെ റബ്ബിന്റെ വിശുദ്ധ വാക്യത്തെ എനിക്ക് അറിയിച്ചു തന്ന ഉമറിന് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വചനം വാസ്തവത്തിൽ സൂറത്തുൽ ഗാഫിറിന്റെ വചനത്തിലൂടെ അതിനുശേഷവും അതിനു മുമ്പുമായി അള്ളാഹു നമ്മളെ കേൾപ്പിച്ച വചനത്തിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതീക്ഷയുടെ വാക്കുകൾ, ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും വാക്കുകൾ. എന്റെ അടിമകൾക്ക് ഞാനുണ്ട് എന്നൊരു ബോധം, എന്റെ അടിമകൾക്ക് ഞാനുണ്ട് എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടാക്കി കൊടുക്കുക. അങ്ങനെയായാൽ അവൻ പാപകർമ്മങ്ങളിലേക്ക് പോവുകയില്ല, അവൻ തെറ്റുകുറ്റങ്ങളിലേക്ക് പോവുകയില്ല, അവന്റെ ജീവിതത്തിൽ ദുഷിപ്പുകൾ ഉണ്ടാവുകയില്ല. അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മാറ്റമായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ നിന്നും അവൻ സ്വയം അവനെ തടുക്കും. ഞാൻ നിങ്ങളും ആലോചിക്കണം പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ജീവിത ക്രമങ്ങൾ, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവർത്തന ശൈലികൾ, റമദാനുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും റമദാനിൽ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത്, പ്രവർത്തിക്കാൻ പറഞ്ഞത്, ഇത്തരം കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സിഫാത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റഹ്മത്ത് ചോദിച്ചു അല്ലാഹുവിനോട്, നമ്മൾ മഗ്ഫിറത്ത് ചോദിച്ചു അല്ലാഹുവിനോട്, നമ്മൾ ഇഅ്തിഖും മിനന്നാറിനെ ചോദിക്കുന്നു അല്ലാഹുവിനോട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഇതൊക്കെ നമുക്ക് നേടണമെങ്കിൽ അതിനുള്ള യോഗ്യതയും അർഹതയും നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന വലിയ അർത്ഥവത്തായ ഒരു വചനമുണ്ട്. അള്ളാഹു പറയാണ്, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസന, വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഇന്നാ ഹുദ്നാ ഇലൈക് ഖാല അദാബി ഉസീബു ബിഹി മൻ അശാ വറഹ്മതി വസിഅത് കുല്ല ഷൈഇ. അടിയാറുകൾ അല്ലാഹുവിനോട് ദുആ ഇറക്കുന്നു, ചോദിക്കുന്നു, തേടുന്നു. വക്തുബ് ലനാ ഫീ ഹാദിഹി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നന്മ തരണമേ, ആശ്വാസം തരണം, സമാധാനം തരണം, സ്വസ്ഥത തരണം, സമ്പന്നത തരണം, ദാരിദ്ര്യത്തെ മാറ്റിത്തരണം. ഇതൊക്കെ ഞങ്ങളുടെ ആശയാണ്, ആഗ്രഹമാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാത്രം അത് കിട്ടിയാൽ പോരാലോ, ഓഫിൽ ആഖിറ, പരലോകത്തും കിട്ടണം. ഇവിടെ അതൊക്കെ കിട്ടി, പക്ഷേ മരിച്ചു പോകുമ്പോൾ മരണാനന്തരം ഇതൊന്നുമില്ലെങ്കിലോ അത് വലിയ നഷ്ടമാകും. അതുകൊണ്ട് ആഖിറത്തിലും കിട്ടണം. അതുകൊണ്ട് ഇത് രണ്ടും കിട്ടാനായി ഇന്നാ ഹുദ്നാ ഇലൈക്, ഇന്നാ ഹുദ്നാ ഇലൈക്, ഇതാ ഞങ്ങള് ബാക്കി എല്ലാ പണിയും മതിയാക്കിയിട്ട് നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി വന്നിരിക്കുകയാണ്. ഇന്നാ ഹുദ്നാ ഇലൈക്. ഞങ്ങൾക്ക് വേണ്ടത് മനസമാധാനം വേണം, ജീവിത സൗഭാഗ്യം വേണം, സ്വൈരത വേണം, സ്വസ്ഥത വേണം, ഇസ്സത്ത് വേണം, ഇഫ്ഫത്ത് വേണം, ദുനിയാവിലും ആഖിറത്തിലും ശാന്തി വേണം. ഇതൊക്കെ വേണം. അതിന് ഞങ്ങൾ എന്താ ചെയ്തത്? ഇന്നാ ഹുദ്നാ ഇലൈക്, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങി വന്നു. ബാക്കി എല്ലാ മാർഗങ്ങളും പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് പരാജയപ്പെട്ടിട്ട് പടച്ചവനെ ഞങ്ങൾ പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അള്ളാഹു പറയാണ്, ഇനിയുള്ള വചനം അള്ളാഹുവിന്റേതാണ്. അള്ളാഹു പറയുന്നു, എന്റെ റഹ്മത്ത് അത് മുഴുവൻ ജനങ്ങളിലും വിഭവങ്ങളിലും സൃഷ്ടിജാലങ്ങളിലും പൊതുവായി നിൽക്കുന്നതാണ്. എന്നാൽ എന്റെ അദാബ് ഞാൻ ഇച്ഛിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമാണ്. ഞാൻ എല്ലാവരെയും പിടിച്ച് ശിക്ഷിക്കില്ല, ഞാൻ എല്ലാവരെയും പിടിച്ച് ശിക്ഷിക്കുകയില്ല. കുറ്റം ചെയ്യാത്ത ആളുകളെ ഒരിക്കലും ഞാൻ ശിക്ഷിക്കുകയില്ല. വലാ തുളമൂന ഫതീല, അല്പം പോലും നിങ്ങൾ അക്രമം ചെയ്യപ്പെടുകയില്ല. കുറ്റം ചെയ്യാത്ത ഒരാളെ ഒരു കാരണവശാലും ഞാൻ ശിക്ഷിക്കുകയില്ല. കുറ്റം ചെയ്തവരാണെങ്കിൽ പോലും എല്ലാവരെയും ഞാൻ ശിക്ഷിക്കൂല. കുറ്റം ചെയ്തതിന് ശേഷം ഞാൻ കാത്തിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യും, അത് തെറ്റായിരിക്കും, കുറ്റകരമായിരിക്കും. അപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് അത് എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേന എടുക്കും. അവൻ പാപം ചെയ്തല്ലോ, കുറ്റം ചെയ്തല്ലോ, അത് രേഖപ്പെടുത്തേണ്ട പണി എന്റേതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ചവന്റെ ഭാഗത്തെന്ന് പറയും, നിക്ക്, പെട്ടെന്ന് എഴുതല്ല, അവൻ ചെയ്തു പോയതല്ലേ, അറിയാണ്ട്, അബദ്ധത്തിൽ, ആവേശത്തിൽ,
സമ്മർദ്ദത്തിൽ അങ്ങനെ ചെയ്തതല്ലേ, കുറച്ചു സമയം കാത്തിരിക്ക്, എന്റെ അടിമ തൗബ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവന്റെ ആ പാപം എഴുതണ്ട. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല തിന്മ എഴുതുന്ന മലക്കിനോട് എഴുതരുത്, കാത്തു നിൽക്കുക എന്ന് പറയും. അതേ സമയത്ത് എന്തെങ്കിലും ഒരു നന്മയാണ് സംഭവിച്ചതെങ്കിലോ, നന്മ സംഭവിച്ചാൽ ഉടനെ ആ മലക്ക് എഴുതും. ഇനി നന്മ സംഭവിച്ചില്ല, ചെയ്തില്ല, പ്രവർത്തിക്കാൻ അവൻ ആഗ്രഹിച്ചു, നിയ്യത്ത് ചെയ്തു, എന്നാൽ മൻ ഹമ്മ ബിഹസനത്തിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ മതി, അവൻ ഒരു പ്രതിഫലം എഴുതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വലുതാ പ്രിയപ്പെട്ടവരെ, എത്ര വലുതാ. എന്റെ അടിമയുടെ തെറ്റിനെ എഴുതല്ല, കാത്തുനിൽക്ക്. അവനെങ്ങാനും തൗബ ചെയ്യുന്നെങ്കിൽ പിന്നെ അത് മായ്ച്ചു കളയണ്ടല്ലോ, അത് അങ്ങനെ തന്നെ അവനെ ഒഴിവാക്കി കൊടുക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, ചങ്ങാതിമാരെ നിർബന്ധിച്ചപ്പോൾ, കൂട്ടുകാരെ നിർബന്ധിച്ചപ്പോൾ ഒരു തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ചു ദൂരം പോയപ്പോൾ വേണ്ടടാ, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന മനസ്സുമായി അവൻ മടങ്ങിയാൽ, തെറ്റ് ചെയ്യാൻ വിചാരിക്കുകയും അതിനുശേഷം അത് വേണ്ടാന്ന് വെക്കുകയും ചെയ്തതിന്റെ പേരിൽ അല്ലാഹു തആല ഒരു നന്മ ചെയ്തതിന്റെ പ്രതിഫലം എഴുതുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് എന്റെ അടിമയ്ക്ക് ഓഫറുകൾ കൊടുക്കേണ്ടത്, എന്റെ അടിമയെ എങ്ങനെയാണ് എന്നിലേക്ക് അടുപ്പിക്കേണ്ടത്, അല്ലാഹു തആല അതിനുള്ള മാർഗത്തെ കാത്തിരിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രിയമുള്ളവർ, അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, എന്റെ റഹ്മത്ത് അതെല്ലാവർക്കും പൊതുവാണ്, എല്ലാവർക്കും പൊതുവാ. ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലാഹുവേ മാപ്പാക്കണേ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ റഹ്മത്ത് തരണേ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കും. പാപത്തിന്റെ കാര്യത്തിൽ വളരെ കണിശമായ നിലയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത്രയും ധിക്കാരികളായ ആളുകൾക്ക് മാത്രമേ പാപകർമ്മത്തിന്റെ ശിക്ഷ നൽകുകയുള്ളൂ എന്ന് പടച്ചവൻ പറഞ്ഞു. റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ, എന്റെ റഹ്മത്ത് ഞാൻ ഭൂമിയിൽ മുഴുവൻ ഇങ്ങനെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്, വികസിപ്പിച്ചിരിക്കുകയാണ്. എപ്പോഴും ഏവർക്കും എവിടെയും കൊടുക്കാനായി അള്ളാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത്ത് വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. അത് ആർക്കൊക്കെയാ കിട്ടുക എന്ന് കൃത്യമായ നിലയിൽ അള്ളാഹു നമ്മളെ വരച്ചു കാട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ പരിശുദ്ധ റമദാനിന്റെ പുണ്യമായ രാപ്പകലുകളിലൂടെ പ്രവർത്തിച്ചിട്ട് നമ്മൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അവലോകനം ചെയ്യണം, നമ്മൾ പരിശോധിച്ചു നോക്കണം. ആർക്കൊക്കെയാണ് അല്ലാഹു തആല അവന്റെ റഹ്മത്ത് കൊടുക്കുക? ഫസഅക്തുബുഹാ, നാം അതിനെ എഴുതി കൊടുക്കുന്നതാണ്, അഥവാ വകവെച്ചു കൊടുക്കുന്നതാണ്. ലില്ലദീന, ഒരു കൂട്ടർക്ക്, യത്തഖൂന, ഒന്നാമത്തേത് തഖ്വ ചെയ്യുന്ന, സൂക്ഷ്മത പുലർത്തുന്ന, പടച്ചവനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക്. ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാഹു തആല കേൾക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരുമാറാകട്ടെ. വെറും പറയലാകരുത്, വെറും കേൾക്കലാകരുത്. പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയോടുകൂടി അമൽ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ആർക്കാണ് അല്ലാഹു അവന്റെ റഹ്മത്ത് വകവെച്ചു കൊടുക്കുന്നത്? ഒന്നാമതായി യത്തഖൂന, അല്ലാഹുവിനെ ഭയക്കുന്നവർക്ക്. വയുതൂന സകാ, രണ്ടാമതായി സകാത്തിനെ കൃത്യമായി നൽകുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, മൂന്നാമതായി എന്റെ ആയാത്തുകളെ കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക്. പിന്നെ അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. നാലാമതായി അല്ലാഹു പറഞ്ഞത്, എന്റെ പ്രിയങ്കരരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യുന്നവർക്ക്. ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കുമ്പോൾ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകാതിരിക്കാൻ ഒരിക്കൽ കൂടി പറയട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് നൽകുന്ന ആളുകൾ ആരാണ്? ഒന്നാമത് തഖ്വ ഉണ്ടായിരിക്കണം, രണ്ടാമത് സകാത്ത് കൃത്യമായി കൊടുത്തു വീടണം, മൂന്നാമത് അല്ലാഹുവിന്റെ ആയാത്തുകളെ സംബന്ധിച്ച് അടിയുറച്ച വിശ്വാസമുണ്ടായിരിക്കണം, നാലാമത് അവന്റെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അക്ഷരം പ്രതി ഇത്തിബാ ചെയ്യുകയും പിന്തുടരുകയും ചെയ്യണം. ഈ 4 സിഫാത്തുകൾ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ ഒരുപക്ഷേ നമ്മളോട് പിരിയാൻ, വിട പറയാൻ കാത്തു നിൽക്കുന്ന ഈ വേളയിൽ നമ്മൾ ആത്മാർത്ഥമായ നിലയിൽ ആലോചിക്കുക, ഈ 4 കാര്യങ്ങളിൽ നമ്മളുടെ തോത് എങ്ങനെയാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ തഖ്വ, നമ്മുടെ സൂക്ഷ്മത, നമ്മുടെ സാമ്പത്തിക ഇടപാടിലുള്ള നമ്മളുടെ ശ്രദ്ധ, അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കുക എന്ന അർത്ഥത്തിലല്ല. സാമ്പത്തിക രംഗത്തെ നമ്മളുടെ പരിശുദ്ധി അതെവിടെ നിൽക്കുന്നു, എന്താണ് ആ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്ന് ഞാൻ നിങ്ങളും ആലോചിക്കുക. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അടിയുറപ്പിക്കേണ്ട അള്ളാഹുവിന്റെ ആയാത്തുകളെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസം എവിടെ നിൽക്കുന്നു, എത്രത്തോളമുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുകയും തങ്ങളെ ഇത്തിബാ ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഒരു കാലം
നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ സംബന്ധിച്ചിട്ട് ആദരവോടുകൂടി ഇന്നും നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റികളിലും എല്ലാ കാര്യങ്ങളിലും അവരെത്രയോ മുൻപന്തിയിലായിരുന്നു. തഖ്വയുടെ കാര്യത്തിൽ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ, അവന്റെ നിയമങ്ങളെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ അതിന് വിപരീതമായ നിലയിൽ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൽബുകൊണ്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിനെ അവർ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അബദ്ധമായി കണക്കാക്കുകയും ആത്മാർത്ഥമായി അവർ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ ആരംഭിച്ച ഒരു പ്രക്രിയയാണത്. ചെയ്തുപോയ തെറ്റിന്റെ പേരിൽ 40 കൊല്ലക്കാലം കരഞ്ഞ പിതാവിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. അപ്പൊ നമ്മൾ എത്ര കരയണം പ്രിയമുള്ളവരെ? കരഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പിതാവിന്റെ മാതൃകയിൽ നിന്നും ആ പാരമ്പര്യത്തിൽ നിന്നും വിട്ടുപോയവരായി. വാസ്തവത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ, സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും നമ്മുടെ നാവിനെയും നമ്മുടെ കൈകാലുകളെയും വിനിയോഗിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു കാരണവശാലും കടന്നുപോകാതെ നമ്മൾ സൂക്ഷിക്കുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ കാലത്ത് ഒരു മഹാനായ മനുഷ്യന്റെ സംഭവം ഇപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം പള്ളിയിലേക്കും കമ്പോളത്തിലേക്കും ഒക്കെ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തെ ആകർഷിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി. നമ്മുടെ ഒക്കെ ഇടയിൽ സാധാരണ സംഭവിക്കാറുള്ള, ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ചെറിയ അല്ലെങ്കിൽ വലിയ അബദ്ധവും അപാകതയും ഒക്കെയാണിത്. പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുകയും അന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സിനെ ആകർഷിക്കാൻ ശ്രമിക്കുകയും അവരെ കെണിയിൽ വീഴ്ത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പടച്ചവനെ ഭയന്നുകൊണ്ട് പോകുന്ന ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേയില്ല. എന്നാൽ ആണുങ്ങൾ അവരുടെ ഹൃദയത്തെ എത്രയേറെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചാലും അണിഞ്ഞൊരുങ്ങി നിന്നുകൊണ്ട് അവരുടെ മനസ്സിനെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന പെൺപിശാചുക്കളുടെ മുമ്പിൽ ചിലപ്പോൾ പെട്ടുപോകുന്നത് സഹജമാണ്, സാധാരണയാണ്. അപ്രകാരം തിരിച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമുദായത്തിലെ എത്രയെത്ര ചെറുപ്പക്കാരത്തികളാണ് ആ തരത്തിൽ സമുദായത്തിനും കുടുംബത്തിനും തലവേദനയും പേരുദോഷമുണ്ടാക്കിക്കൊണ്ട് ഒളിച്ചോട്ടത്തിന്റെ വലിയൊരു വീരഗാഥ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ പല പ്രാവശ്യം പടച്ചവനെ ഭയന്നുകൊണ്ട് തന്റെ കണ്ണിനെ സൂക്ഷിച്ചു, കൽബിനെ സൂക്ഷിച്ചു. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടായി. ആ പെണ്ണിലേക്ക് വികാരപരമായ ചിന്തയോടുകൂടി അദ്ദേഹം അല്പമൊന്ന് നടക്കാൻ ശ്രമിച്ചു. ചരിത്രത്തിന്റെ വരികൾ വായിച്ചാൽ 2 ചുവട്ടടിയാണ് അദ്ദേഹം അങ്ങോട്ട് വെച്ചത്, പെണ്ണിലേക്ക് 2 ചുവട്ടടി. ഈ 2 ചുവട്ടടി വെച്ചപ്പോൾ തന്നെ മനസ്സിൽ വെപ്രാളമുണ്ടായി, തഖ്വയുണ്ടായി, ഭയപ്പാടുണ്ടായി. അള്ളാഹുവിലേക്ക് അദ്ദേഹം പശ്ചാത്തപിച്ചു മടങ്ങി. അദ്ദേഹം ആത്മാർത്ഥമായി അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടി. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചാൽ നമ്മൾ ആദ്യമായി ഒളിപ്പിക്കുന്നത് പടച്ചവനെയല്ല, ആദ്യമായി ഒളിപ്പിക്കുന്നത് നമ്മുടെ ഭാര്യമാരെ ആയിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തിന്റെ നിഷ്കളങ്കതയെ വെളിവാക്കിക്കൊണ്ട് ചരിത്രകാരൻ പറയുന്നുണ്ട്, അദ്ദേഹം ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ പാപം ചെയ്തു, വലിയൊരു തെറ്റ് ചെയ്തു. നീയല്ലാത്ത, ഹലാലല്ലാത്ത മറ്റൊരു പെൺകുടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഞാൻ അവളിലേക്ക് 2 ചുവട്ടടി വെച്ചുപോയി. ഈ പാപം അല്ലാഹു എനിക്ക് എങ്ങനെ മാപ്പാക്കും? ഈ പാപം എനിക്ക് എങ്ങനെ പുറത്തു തരും? പ്രിയമുള്ളവരെ, ആ സഹോദരൻ തന്റെ ഭാര്യയോട് തനിക്ക് സംഭവിച്ച അബദ്ധത്തെ സംബന്ധിച്ചിട്ട് ദുഃഖത്തോടുകൂടി പറഞ്ഞ് ബോധരഹിതനായി അദ്ദേഹം മരണപ്പെട്ടു. ആ മയ്യത്ത് ഖബറടക്കപ്പെട്ട വാർത്ത അറിഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവറുകൾ ആ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോയി. ഖബറിന്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവറുകൾ മൗനമായി എന്തൊക്കെയോ ആലോചിച്ചു, ചിന്തിച്ചു. ആ കവിളുകളിലൂടെ കണ്ണുനീരിങ്ങനെ ചാലിട്ടൊഴുകി. അദ്ദേഹം ഒച്ചത്തിൽ ഒരു വചനം ഓതി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിനെ ഭയന്ന് അവന്റെ അടിയാറുകൾ നടത്തിയ ഈ ധീരമായ കാൽവെപ്പ് അതിന് പടച്ചവൻ കൊടുക്കുന്നത് 2 സ്വർഗമാണെന്ന് സൂറത്തുർ റഹ്മാനിൽ അവൻ അറിയിച്ച സന്തോഷ വാർത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഖബറിൽ നിന്നും ഒരു അശരീരി മുഴങ്ങി, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ പറഞ്ഞ സംഗതി എന്റെ കാര്യത്തിൽ ഞാൻ നേരിട്ട് അനുഭവിക്കുകയാണിപ്പോൾ എന്ന് പറഞ്ഞു. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളിലേക്ക് സമ്മർദ്ദമുണ്ടാകുന്ന ഒരുപാട് സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ അറിഞ്ഞും അറിയാതെയും നമ്മളത് പെട്ടുപോകാറുണ്ട്, കുടുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ പടച്ചവനെ പറ്റിയുള്ള ഭയപ്പാട്, നരകത്തെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, സ്വർഗം ലഭിക്കണമെന്നുള്ള അത്യാഗ്രഹം, അത് നമ്മുടെ ഉള്ളകത്ത് കൊത്തിവെക്കാൻ ഈ പരിശുദ്ധ റമളാനിന്റെ പട്ടിണിയും പാതിരാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ ഈ കണ്ണുനീരും ഉപയോഗപ്പെടണം പ്രിയമുള്ളവരെ. അങ്ങനെ ആയാൽ നമുക്ക് അല്ലാഹു റഹ്മത്ത് തരും. അല്ലാഹു നമുക്ക് അവന്റെ കാരുണ്യം തരാനുള്ള ആദ്യത്തെ ക്വാളിറ്റിയായി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരു മഹാനായ മനുഷ്യന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെയാണ് സാധിക്കുന്നില്ല. പാപകർമ്മങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ എനിക്ക് വലിയ ആശയുണ്ട്, പക്ഷെ അത് സാധിക്കുന്നില്ല. ചെറുപ്പക്കാരനല്ലേ, എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. ആ മഹാനായ മനുഷ്യൻ ചോദ്യകർത്താവിനോട് പറഞ്ഞു, നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊരു പണി നീ ചെയ്യണം. ശരിക്കും തീർച്ചയായും ഞാൻ ചെയ്യാം, അങ്ങ് എന്തു പറഞ്ഞാലും അതൊക്കെ ഞാൻ ചെയ്യാം. അദ്ദേഹം ഒരു വലിയ പാത്രത്തിൽ നിറയെ പാല് കൊണ്ടുവന്നു ഈ മനുഷ്യന്റെ തലയിൽ വെച്ചു കൊടുത്തു. നിറഞ്ഞു തുളുമ്പാനായ ആ പാൽപാത്രത്തെ തലയിൽ വെച്ചിട്ട് മുറുക്കി പിടിക്കുക. എന്നിട്ട് ഇതാ ഈ കമ്പോളത്തിലൂടെ നീ ഇങ്ങനെ നടക്കുക. നടന്ന് ഒരു റൗണ്ട് ചുറ്റി തിരിച്ച് നീ ഇവിടെ വരണം. ഇതിനിടയിൽ ഒരു തുള്ളി പോലും ഈ പാത്രത്തിൽ നിന്നും ഇറ്റിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഒരു തുള്ളി എങ്ങാനും ഇറ്റിപ്പോയാൽ ഞാൻ നിന്റെ പിന്നാലെ ആരോഗ്യ ദൃഢഗാത്രന്മാരായ 10 ആളുകളെ ചാട്ടവാറും കൊണ്ടയക്കുന്നുണ്ട്. ഒരു തുള്ളി ഇറ്റിയാൽ ഒരു തുള്ളിക്ക് പകരം അവർ 10 അടി നിന്നെ അടിക്കും. 10 പേര് 10 അടി ചാട്ടവാറ് കൊണ്ടടിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പണി ചെയ്തിട്ട് മടങ്ങിവ, നിനക്ക് ഞാൻ പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പരിപാടി പറഞ്ഞു തരാം. അതിനുള്ള ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അതിനുള്ള തെറാപ്പിയോ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ മനുഷ്യന് ആഗ്രഹമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഗുരു പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങനെ പാൽപാത്രത്തെ തലയിൽ കയറിക്കൊണ്ട് കമ്പോളത്തിലൂടെ നടന്നു. തന്നോടൊപ്പം തന്നെ അനുഗമിക്കുന്ന 10 പേരുടെ ചാട്ടവാറിനെ ഭയന്നുകൊണ്ട് ഒരു തുള്ളി പോലും പുറത്തു പോകാതെ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. സാഹസികമായ നിലയിൽ ആ ദൗത്യം പൂർത്തിയാക്കി ഗുരുവിന്റെ മുമ്പിൽ വന്നു. ഞാൻ വിജയം വരിച്ചു, ഇനി എനിക്ക് പറഞ്ഞു തരിക, ഞാൻ പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവന്യർ പറഞ്ഞു, സഹോദര, നീ ഈ പറഞ്ഞത് ഇപ്പോൾ ചെയ്തു തന്നെയാണ് ഇനിയും അങ്ങോട്ട് ചെയ്യേണ്ടത്. നിന്റെ തലയിൽ വെച്ച് തന്ന ഒരു പാത്രത്തിൽ നിന്നുള്ള പാൽത്തുള്ളികൾ പുറത്ത് വീഴാതിരിക്കാൻ നീ ശ്രദ്ധിക്കുകയും അഥവാ വീണുപോയാൽ 10 ആളുകളുടെ ചാട്ടവാറ് കൊണ്ടുള്ള അടി എനിക്ക് ലഭിക്കുമെന്നുള്ള ഭയപ്പാട് നിന്നെ നിയന്ത്രിക്കുകയും ചെയ്തപ്പോൾ നിനക്ക് സൂക്ഷ്മതയോടുകൂടി ഒരു റൗണ്ട് ചുറ്റി മടങ്ങി വരാൻ കഴിഞ്ഞു. ഇതുപോലെ നമ്മളുടെ രക്ഷിതാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതക്രമമുണ്ട്. അതിൽ തുളുമ്പലുണ്ടാകരുത്, അതിൽ അതിര് കവിയരുത്, എടുത്തുചാട്ടമുണ്ടാകരുത്, അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിക്കടത്തലുകൾ ഉണ്ടാകരുത്, തന്നിഷ്ടമുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ 10 ആളുകളെ ഞാൻ ചാട്ടവാറുമായി അയച്ചത് പോരാ. നാളെ പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ 10,000കണക്കിന് ഗബാനിയാക്കളായ മലക്കുകൾ ചാട്ടവാറല്ല ദണ്ടുകൊണ്ട് നമ്മളെ അടിക്കുമെന്നൊരു തിരിച്ചറിവും ഒരു ബോധവും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെ ആ ബോധത്തോടുകൂടി നടന്നാൽ പിന്നെ എങ്ങനെയാണ് നിനക്ക് പാപം ചെയ്യാൻ സാധിക്കുക? പിന്നെ എങ്ങനെയാണ് നിനക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുക? വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തെ പരിഷ്കരിച്ചെടുക്കേണ്ടത്, മുസ്ലിം സമുദായത്തെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്, തഖ്വ എന്ന് പറയുന്ന മൂശയിലിട്ട് വാർത്തെടുക്കേണ്ടത് ഈ തരത്തിലാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ഒരു അമല് പറഞ്ഞു തരണം. ഒരമലെന്ന് പറഞ്ഞാൽ എത്ര അമല് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ എന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആബിദായി ഞാൻ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെക്കാളും വലിയ ഇബാദത്തെടുക്കുന്ന ആള്, എല്ലാവരെക്കാളും വലിയ ആബിദായ ഒരു മനുഷ്യനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹാബാക്കളുടെ പ്രത്യേകതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഭൗതികമായ എന്തെങ്കിലും ഒരു താല്പര്യമല്ല, മറിച്ച് എനിക്ക് ഏറ്റവും വലിയ ആബിദാകണം. അതിനെന്താ മാർഗം? തങ്ങളെ എനിക്ക് ഇബാദത്ത് പറഞ്ഞു തരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ചോദ്യത്തിന്, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് മറുപടിയായ നിലയിൽ നൽകിയ ഹദീസ് വചനം ഈ സമയത്ത് നമുക്കൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. തങ്ങൾ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആബിദായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്നോട് സംശയം ചോദിക്കുന്ന, ഇബാദത്തിനെ ചോദിക്കുന്ന സഹോദര സഹാബി, ഞാൻ നിന്നോട് പറയട്ടെ, ഇത്തഖി മഹാരിമില്ലാഹി തകുൻ അഅബദൻ നാസ്. ഇത്തഖി മഹാരിമില്ലാഹി തകുൻ അഅബദൻ നാസ്. അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കുറ്റകരമായ കാര്യങ്ങളെ തൊട്ട് നീ സൂക്ഷിച്ചോളുക. അങ്ങനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും വലിയ ആബിദ് നീ ആയി മാറും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ 10 വർഷം ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, അല്ലെങ്കിൽ 10,000 റക്അത്ത് നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നതിന് പകരം അല്ലാഹു ഹറാമാക്കിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതാണ് ഏറ്റവും വലിയ ഇബാദത്ത്, അതാണ് ഏറ്റവും വലിയ കർമ്മം, ഏറ്റവും വലിയ പുണ്യം. പ്രിയമുള്ളവരെ, തെറ്റുകുറ്റങ്ങളിൽ നിന്നും പാപകർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇമാം ഗസാലി റഹിമഹുല്ലാ അവர்கள் പറയുന്ന ഒരു വചനം പരിശോധിച്ചാൽ ഏറ്റവും വലിയ ആലിമാരാണ്. ബുഖാരി പഠിച്ചു, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് വലുതും ചെറുതുമായ ഗ്രന്ഥങ്ങൾ പഠിച്ചു, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണോ ആലിം എന്ന് പറയേണ്ടത്?
മഹാനായ ഇമാം ഗസാലി റഹിമഹുള്ള അവരുകൾ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഏറ്റവും വലിയ ആലിം എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപകർമ്മങ്ങളുടെ ഗൗരവത്തെ സംബന്ധിച്ചിട്ട് അറിവുള്ളവനാണ് ഏറ്റവും വലിയ ആലിമ്. ഞാൻ ചെയ്യുന്ന തെറ്റ് എന്റെ റബ്ബിന്റെ മുമ്പിൽ എത്ര കോപമുണ്ടാക്കുന്നതാണ് എന്നറിയണം എനിക്ക്. ഞാൻ ബുഖാരിയുടെ മത്ന് പഠിച്ചിട്ടും അതിന്റെ സനദ് പഠിച്ചിട്ടും സഹീഹ് മുസ്ലിമിന്റെ വരികളും വാക്കുകളും ഓതി പഠിച്ചിട്ടും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഞാൻ പടച്ചവന്റെ സന്നിധിയിൽ മഖ്ബൂലാകേണ്ടത്. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത പാപകർമ്മങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അറിവെനിക്കുണ്ടാകണം. ആ പാപം എന്റെ പടച്ചവൻ ഇഷ്ടമല്ല, ആ പാപം എന്റെ പടച്ചവൻ ഇഷ്ടമല്ല. പ്രിയമുള്ളവരെ, അതിന് മറ്റൊരു മുഖവും കൂടിയുണ്ട്. പാപകർമ്മത്തെ സംബന്ധിച്ച് നമുക്കറിയുന്ന ഒരറിവുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പരിശുദ്ധ റമളാനിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ഖുത്ബയുടെ ചില വാക്കുകൾ ഉപയോഗിച്ചു കൊള്ളട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ചില ഇൽമുകളുണ്ട്, അറിവുകളുണ്ട്. നീ കള്ളുകുടിക്കല്ലേ മോനെ, കരള് കത്തിപ്പോവും, കരളുരുകിപ്പോകും. മോനെ, നീ കഞ്ചാവ് കഴിക്കല്ലേ, നിന്റെ ബ്രെയിനും നിന്റെ ജീവിതത്തിന്റെ താളവും പിഴച്ചു പോകും. പൊന്നു മോനെ, നീ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലൊന്നും പെടല്ലേ, നിന്റെ ജീവിതം അസ്ഥാനത്താകും, നിന്നെക്കൊണ്ട് നിന്റെ കുടുംബം പ്രയാസപ്പെടും. പൊന്നുമോനെ, ഇങ്ങനത്തെ വൃത്തികേടുകളിലൊന്നും നീ പെട്ടുപോകരുത്. അതുകൊണ്ട് ഇന്ന വശങ്ങളുണ്ടാകും, ഇന്ന ദോഷങ്ങളുണ്ടാകും. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനോട്, ഒരു മുസ്ലിമായ സഹോദരനോട്, സഹോദരിയോട് ആ തരത്തിൽ പറയുമ്പോൾ അവൻ മനസ്സിലാക്കണം, കള്ളു കുടിക്കരുത്, എനിക്ക് രോഗമുണ്ടായി എന്റെ കരൾ കത്തിപ്പോകുന്നതിനേക്കാൾ ഉപരി എന്റെ പടച്ചവന്റെ കോപമുണ്ടാക്കും. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, സഹോദര, നീ ഒരിക്കലും കള്ളു കുടിക്കരുത്. സഹാബാക്കൾ പറയാണ്, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയങ്കരരായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അരികിൽ വിളിച്ചിരുത്തിക്കൊണ്ട് എനിക്ക് സ്വകാര്യമായ ഒരു വസിയത്ത് തന്നു. അതിൽ 5-6-7 കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓരോന്നും എണ്ണി പറഞ്ഞപ്പോൾ എന്നോട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരിക്കലും കള്ളു കുടിക്കരുത്. ഫഇന്നഹാ റഅസു കുല്ലി ഖതീഅ, അതെല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനമാണ്, എല്ലാ പാപങ്ങളുടെയും ഉത്ഭവമാണ്. അതുകൊണ്ട് നീ കള്ളു കുടിക്കരുത്. അതുകൊണ്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇമാം ഗസാലി റഹിമഹുള്ള അവരുടെ വാചകത്തിലൂടെ പറഞ്ഞാൽ, കള്ളു കുടിച്ചാൽ ലിവർ സിറോസിസ് വരുമെന്നോ, കരള് കത്തിപ്പോകുമെന്നോ, മാറാവ്യാധിയും രോഗത്തിനും അടിമപ്പെടുമെന്നോ, കഞ്ചാവ് കഴിച്ചാൽ അങ്ങനെ സമൂഹത്തിൽ വേണ്ടാത്തവനായി ഞാന് ബ്രെയിനിന്റെയും ജീവിതത്തിന്റെയും താളം തെറ്റിയവനാകുമെന്നോ ഒക്കെ പറഞ്ഞ് ഭൗതികമായി ഭയപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി എന്റെ ഈമാനിന്റെ പേരിൽ പടച്ചവനെ, എന്റെ പടച്ചവന് ഇഷ്ടമല്ലാത്തത്, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത്, എന്റെ ഹബീബിന് ഇഷ്ടമല്ലാത്തത് ഒരുപക്ഷേ ഞാനത് ചെയ്തു പോയാൽ എനിക്ക് വരാൻ പോകുന്ന നരകത്തിന്റെ ശിക്ഷ എത്ര വലുതാ, ആഖിറത്തിന്റെ ശിക്ഷ എത്ര വലുതാ, അള്ളാഹുവിന്റെ കോപം എത്രത്തോളമാണ്. ഈ ഒരു അറിവാണ് വാസ്തവത്തിൽ ഒരു അടിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഇൽമ്. ഇമാം ഗസാലി റഹിമഹുള്ള അവർ പറഞ്ഞു. ഈ അറിവ് നമുക്കില്ലാത്തതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമുദായം വഴിപഴച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റഹ്മത്ത് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അവാജ്യമായ അനുഗ്രഹത്തെ ആഗ്രഹിച്ചുകൊണ്ട് റമളാൻ മാസത്തിൽ പട്ടിണിയിരിക്കുകയും പ്രാർത്ഥനയിൽ നിരതരാവുകയും ചെയ്ത സമുദായമേ, അത് ലഭിക്കാൻ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ തഖ്വ ഉണ്ടാവുക എന്നാണ്, സൂക്ഷ്മത ഉണ്ടാവുക എന്നാണ്. അത് വാക്കുകൊണ്ടോ പ്രസംഗം കൊണ്ടോ മാത്രമല്ല, അതിലൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല. ഈ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാകണം. ആള് കാണട്ടെ കാണാതിരിക്കട്ടെ, നാട്ടുകാരറിയട്ടെ അറിയാതിരിക്കട്ടെ, രാത്രിയിലാകട്ടെ പകലാകട്ടെ, ഒരു പക്ഷേ ഒളിഞ്ഞും പാത്തുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലും ആള് കണ്ടില്ലെങ്കിലും അള്ളാഹു അറിയുന്നു എന്ന ബോധം നമ്മുടെ മുൻഗാമികളായ സഹാബാക്കളുടെയും മഹത്തുക്കളുടെയും മനസ്സിലുണ്ടായിരുന്നതുപോലെ ഈ സമുദായത്തിലുണ്ടാകണം. റമളാൻ നമുക്ക് ആ ഒരു മനസ്സ് സമ്മാനിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. അള്ളാഹു ഒരിക്കലും നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. അടുത്ത വിശേഷണമായി അള്ളാഹു പറഞ്ഞത് യുതൂന സക്കാ, സമ്പത്ത് ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ, അഥവാ സാമ്പത്തിക രംഗത്ത് ക്രമക്കേടുകളില്ലാത്തവനാവുക, സാമ്പത്തിക രംഗത്ത് വിശുദ്ധിയാർന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാവുക. സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം. സക്കാത്തിന്റെ വാക്കർത്ഥം തന്നെ പരിശുദ്ധി എന്നാണ്. സമ്പത്തിലൂടെ പരിശുദ്ധി പ്രാപിക്കാനുള്ള പ്രക്രിയയാണ് അല്ലാഹു തആല സക്കാത്ത് എന്ന ഒറ്റ വാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പണം കൊടുക്കുക എന്ന് മാത്രമല്ല, പണത്തോടുള്ള അത്യാഗ്രഹം, പണത്തോടുള്ള ആർത്തി, ആ പണം സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്മിൽ തല്ല്, ആ പണത്തിന് വേണ്ടി നമ്മൾ വിച്ഛേദിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പര ബന്ധങ്ങൾ, പണത്തിന് വേണ്ടി നമ്മൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, ഇതൊക്കെ പരിശുദ്ധപ്പെടുത്താൻ മുസ്ലിം സമുദായമേ സാധിച്ചാലേ നിങ്ങളുടെ രക്ഷിതാവിന്റെ റഹ്മത്ത് നിങ്ങൾ കിട്ടുകയുള്ളൂ. യുതൂന സക്കാ എന്ന് പറഞ്ഞാൽ, യുതൂന സക്കാ, പണം അത് പടച്ചവന്റെ ഒരു ഔദാര്യമാണ്. ഞാൻ പണിയെടുത്തുണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ 2.5% കൃത്യമായ നിലയിൽ കൊല്ലത്തിൽ കൊടുക്കണമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചപ്പോൾ ആ 2.5% വാങ്ങിയിട്ട് ഇവിടെ കുറെ സാധുക്കളുടെ പട്ടിണി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടിയല്ല, മറിച്ച് അത് കൊടുക്കുന്നവന്റെ മനസ്സ് ശുദ്ധമാകണം.
അവന്റെ ആർത്തിയും അസൂയയും പകയും തമ്മിൽ തല്ലും ഒക്കെ ഇല്ലാതാകണം. അതിനുവേണ്ടി മാത്രമാണ് അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് ഞെക്കി ഉരുമി ഒരുപാട് കണക്ക് തിരിച്ചും മറിച്ചും ഒക്കെ കൂട്ടിയിട്ട് ചില്ലറകൾ കൊടുത്തിട്ട് സക്കാത്ത് എന്ന പുണ്യകർമ്മം പ്രാപിച്ചു എന്ന് വിചാരിക്കരുത് പ്രിയമുള്ളവരെ. അങ്ങനെ ആയാൽ അള്ളാഹുന്റെ ഔദാര്യം, അള്ളാഹുന്റെ റഹ്മത്ത് കണക്കില്ലാതെ പ്രതീക്ഷിക്കുന്ന നമുക്ക് യോഗ്യതയില്ലാതെയാകും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവர்கள் സമ്പന്നനാണ്, കോടീശ്വരനാണ്. അദ്ദേഹത്തിന്റെ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമാക്കിയത് സ്വർഗത്തെയാണ്. ഇവിടെ അദ്ദേഹം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ സമ്പാദ്യ മാർഗങ്ങളുണ്ടായിരുന്നു, വരുമാന സ്രോതസ്സുകളുണ്ടായിരുന്നു. പക്ഷെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് വേദനയില്ല, ബേജാറില്ല, നിരാശയില്ല. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവர்கள் എന്ന കോടീശ്വര പ്രമുഖൻ ബുദ്ധിമാനായിരുന്നു, മുഅ്മിനായിരുന്നു, പരലോകത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഫ്ളാറ്റുകൾ നിർമ്മിക്കുമ്പോൾ, അപ്പാർട്ട്മെന്റുകൾ തീർക്കുമ്പോൾ, ബിസിനസ് ശൃംഖലകളെ വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ ഉപരി നാളെ പോകാൻ പോകുന്ന ഇരുളടഞ്ഞ ഖബറിന്റെ വീട് വെളിച്ചമാക്കാൻ, പരലോകത്ത് മഹ്ശറയിൽ സ്വർഗ്ഗലോകത്ത് മണിമാളികകൾ കെട്ടിപ്പടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർക്ക് സാധിച്ചു. അള്ളാഹു അതുപോലെ നമ്മളെയും ആക്കി തീർക്കുമാറാകട്ടെ. പണം കൊടുത്ത് പകരം സ്വർഗം വാങ്ങാനുള്ള വിശാല മനസ്ഥിതി, അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവരുടെ കച്ചവട സംഘം വളരെ വിഖ്യാതമായ നിലയിൽ ചരിത്രത്തിൽ ഇടം നേടിയതാണ്. അദ്ദേഹത്തിന്റെ കച്ചവട സംഘം അത്രത്തോളം വലുതാണ്. ഒരിക്കൽ അപ്രകാരം കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തേക്ക് ചരക്കുകൾ കൊണ്ടുകൊടുക്കും, അവിടുന്ന് തിരിച്ച് അവിടെയുള്ള ചരക്കുകൾ കൊണ്ടുവന്ന് ഇപ്പുറത്ത് വിളിച്ച് മറച്ചു വെക്കും. അങ്ങനെ ഒട്ടകപ്പുറത്ത് കുറെ ഒട്ടകങ്ങളുടെ മീതെ തേൻ നിറച്ച ലോഡ് വരികയാണ്. ആ സമയത്ത് വരുന്ന ലോഡ് തേനാണ്, തേൻ. പ്രിയമുള്ളവരെ, ഒട്ടകങ്ങൾ വരിവരിയായി തേനും നിറച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ഒരു അറാബിയായ മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ, അയാള് ഇതിന്റെ മണവും രുചിയും ഈ ആളുകളുടെ ആരവും ഒക്കെ കണ്ടിട്ട് എന്താ ഈ സാധനം, തേനാണ് എന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ വായിൽ വെള്ളം മുറി. ആ മനുഷ്യൻ പറഞ്ഞു, തേനാണോ? ഞങ്ങളിതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഞങ്ങൾക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ല, തിന്നാൻ കഴിഞ്ഞിട്ടില്ല, അല്പം ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. സാധാരണഗതിയിൽ ഇത്രയേറെ ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന പാത്രത്തിൽ നിന്നും തേൻ ആവശ്യപ്പെടുന്ന ഒരു സാധാരണക്കാരനോട് ആ പണിക്കാര് പറയാറുള്ള പ്രയോഗം എന്താണ്? ഹേയ്, അതങ്ങനെ കൊടുക്കുന്നതല്ല, ഇത് ഹോൾസെയിൽ ഒള്ളിയാണ്, ഇത് റീറ്റെയിൽ കൊടുക്കൂല, അതും പൈസക്ക് മാത്രമേ കൊടുക്കൂ എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. പ്രിയമുള്ളവർ, അങ്ങനെ പറഞ്ഞു. ഇത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവരുടെ കാതിൽ കേട്ടു. അദ്ദേഹം ഓടി വന്നിട്ട് പറഞ്ഞു, ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ പേരിൽ ഞങ്ങളോട് ഒരു സാധനം ചോദിച്ചിട്ട് അയാളെ നിരാശപ്പെടുത്തുകയോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, തങ്ങൾ വളർത്തിയെടുത്ത ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കൂല. അതുകൊണ്ട് ആ ഒരു പാട്ട തേൻ അയാൾക്ക് കൊടുക്ക്, ഒരു പാട്ട തേൻ അയാൾക്ക് കൊടുക്ക്. അല്പം തേൻ ചോദിച്ചപ്പോൾ ഒരു പാട്ട തേൻ കൊടുക്കാൻ പറഞ്ഞപ്പം ഭൃത്യന് ജോലിക്കാരൻ അത്ഭുതമായി. ജോലിക്കാരൻ പറഞ്ഞു, മഹാനവറുകളെ, നമ്മൾ ഒട്ടകത്തിന്റെ പുറത്ത് ഒരു കയറിനകത്ത് കെട്ടി ഇപ്പുറത്തൊരു പാട്ട ഇങ്ങനെയല്ല ഇടുന്നത്. അതിൽ ഒരു പാട്ട എടുത്തു മാറ്റിയാൽ ബാലൻസ് തെറ്റും. ബാലൻസ് തെറ്റിയാൽ ഒട്ടകത്തിന് നടക്കാൻ കഴിയാതെയാകും. അതുകൊണ്ട് ഒരു പാട്ടയായിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മുതലാളിമാര് പറഞ്ഞാലും തൊഴിലാളികൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ ഭയങ്കര മനസ്സിന് വലിയ വൈഷമ്യമായിരിക്കും. അത് സാധാരണയാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഒരു പാട്ട എടുത്താൽ ബാലൻസ് തെറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യും, 2 പാട്ടയും ഒന്ന് കൊടുത്തേക്ക്, എന്നാൽ പിന്നെ ബാലൻസിന്റെ പ്രശ്നമില്ലല്ലോ. 2 പാട്ടയും കൊടുക്കാൻ ഓർഡർ ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാട്ടയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒട്ടകം വെറുതെ നടക്കണ്ടേ? അങ്ങനെ ഒട്ടകം വെറുതെ നടക്കൂല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും, കുരുത്തക്കേട് കാണിക്കും, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഒട്ടകത്തിന് ആ സാധുവിന് കൊടുത്തേക്ക്, അതും അയാൾക്കിരിക്കട്ടെ, പാവപ്പെട്ടവനല്ലേ. ഈ പണിക്കാരൻ പറഞ്ഞു, മഹാനവറുകളെ, നിങ്ങൾ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ ഒട്ടകം നമ്മുടെ ഒട്ടകക്കൂട്ടത്തിന്റെ നേതാവാണ്. ഒട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനെ നടത്തുന്നതിന് വേണ്ടി അതിന്റെ മുമ്പിൽ ഒരു പെണ്ണൊട്ടകത്തെ നടത്തും. ആ പെണ്ണൊട്ടകം എങ്ങോട്ടാണോ നടക്കുന്നത് അതിന്റെ പിന്നാലെയാണ് ബാക്കി ഒട്ടകങ്ങൾ പോവുക. ഇതൊരു പെണ്ണൊട്ടകമാണ്. നമ്മുടെ ഒട്ടക സംഘങ്ങളെ നയിച്ചുകൊണ്ട് മുന്നിൽ പോകുന്ന ക്യാപ്റ്റനാണ്. ആ പെണ്ണൊട്ടകത്തെ കൊടുത്താൽ ബാക്കി ഒട്ടകങ്ങൾക്ക് ക്യാപ്റ്റൻ ഇല്ലാതെയാകും. അതുകൊണ്ട് പറ്റൂല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഒട്ടകക്കൂട്ടത്തെയും അതിന്റെ മേലെയുള്ള മുഴുവൻ തേനിന്റെ സമ്പാദ്യത്തെയും ഈ പാവപ്പെട്ടവരുടെ ഖബീലയ്ക്ക് കൊടുത്തേക്കുക. അബ്ദുറഹ്മാനിന് അതിന് പകരം സ്വർഗ്ഗത്തിൽ പടച്ചവൻ തന്നോളും. പ്രിയമുള്ളവരെ, അവരാണ് സ്വർഗ്ഗത്തിന് അവകാശം. ഫസഅക്തുബഹാ ലില്ലദീന യത്തഖൂന വയുതൂന സക്കാ. ഞാൻ ആർക്കാ എന്റെ റഹ്മത്ത് കൊടുക്കുന്നതെന്നറിയോ? തഖ്വയിൽ ജീവിച്ചവർ, നേരത്തെ പറഞ്ഞതുപോലെ പടച്ചവനെ ഭയന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നവർ, അവർക്ക് ഞാൻ കൊടുക്കും എന്റെ റഹ്മത്ത്. പണം കൊടുത്തിട്ട് പടച്ചവന്റെ പ്രീതിയും പരലോകത്തിന്റെ സ്വർഗവും വാങ്ങാനായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ കണക്ക് നോക്കാതെ, ഇറുക്കി പിടിക്കാതെ, അർക്കീസാകാതെ മുഴുവനും കൊടുത്തവർ, അവർക്ക് അല്ലാഹു അവന്റെ റഹ്മത്ത് നൽകും.
അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആ മഹാന്മാരുടെ പിന്നിൽ നടക്കാൻ സൗഭാഗ്യം തരുമാറാക്കും. മൂന്നാമതായി പടച്ചവൻ പറഞ്ഞത് വല്ലദീനഹും ബിആയാതിനാ യുഅ്മിനൂൻ. പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം ഖുതുബയുടെ ചെറിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വൃത്താന്തങ്ങളുമുള്ള ഒരു വിശുദ്ധ വാക്യമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. അള്ളാഹു തആല നല്ല നിലയിൽ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. മൂന്നാമത്തെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കണം. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ അടിയുറച്ച് വിശ്വസിക്കണം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ വചനം അവൻ നമ്മളോട് പറഞ്ഞത് അതെന്തായിരുന്നാലും ശരി അത് ഹക്കാണെന്ന് അടിയുറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഈ തരത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ, നന്മയിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ, പാപകർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. നാലാമതായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരണം. യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി الذي يجدونه مكتوبا عندهم في التوراة والإنجيل. അള്ളാഹുവിന്റെ ഹബീബിനെ പിന്തുടരണം. എങ്ങനെ പിന്തുടരണം പ്രിയമുള്ളവരെ? നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെയും ആഗ്രഹത്തെയും ഇച്ഛയെയും താല്പര്യത്തെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയ്ക്ക് മുൻഗണന നൽകണം, ആഗ്രഹത്തിന് മുൻഗണന നൽകണം, തങ്ങളുടെ താല്പര്യത്തെ വലുതായി കണക്കാക്കണം. കാരണം നമുക്ക് വേണ്ടി ജീവിച്ചവരാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞവരാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥനാ നിരതരായവരാണ്, പട്ടിണി കിടന്നവരാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ താലീമിൽ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപാടുണ്ട്. ഗ്രന്ഥങ്ങൾ തന്നെ ദുആയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാത്രിയിൽ വന്ന് സുജൂദിൽ കടന്നുകൊണ്ട് ദുആ ചെയ്തതുണ്ട്, റുക്കൂഇൽ കടന്ന് ദുആ ചെയ്തതുണ്ട്. പ്രിയമുള്ളവർ, ഈ റുക്കൂഇലെയും സുജൂദിലെയും ഒക്കെ ദുആ പരിശോധിച്ചാൽ ഈ സമുദായത്തിന് വേണ്ടി എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദുആക്കളായിരുന്നു. ഏതെങ്കിലും ഒരു ദുആയിൽ പടച്ചവനെ എന്റെ ഫാത്തിമ, പടച്ചവനെ എന്റെ റുഖിയ, പടച്ചവനെ എന്റെ ഉമ്മു കുൽസൂം, പടച്ചവനെ എന്റെ ആയിഷ എന്ന് പറഞ്ഞൊരു വാചകം നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിൽ നിന്നും അവിടുത്തെ വചനങ്ങളിൽ നിന്നും കാണാൻ കഴിയില്ല. പ്രിയമുള്ളവർ, ഈ സമുദായം അങ്ങനെ നമ്മളെ സ്നേഹിച്ച് നമ്മളെ നന്നാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹത്തിനും തങ്ങളുടെ താല്പര്യത്തിനും തങ്ങളുടെ കൽപ്പനയ്ക്കും വിപരീതമായ നിലയിൽ സമുദായമേ നമുക്ക് എങ്ങനെയാണ് നീങ്ങാൻ കഴിയുക? പ്രത്യേകിച്ച് സമുദായത്തിലെ ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെയാണ് സഞ്ചരിക്കാൻ കഴിയുക? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ കണ്ടുമുട്ടണം. ആ തങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ പേരിൽ നമുക്കൊരുപക്ഷെ നന്മയുടെ ഏറ്റവും ഉയർന്ന സൗഭാഗ്യം ലഭിക്കും. അതല്ലെങ്കിൽ നമ്മളൊക്കെ എന്നേക്കുമായി നരകത്തിന്റെ അടിത്തട്ടിലേക്ക് ആപതിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ എത്ര അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. എല്ലാ മേഖലകളിലും ഞാൻ സമയമേറെയായതുകൊണ്ട് നിർത്തുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ സമുദായം അവരുടെ ഫറളായ ഇബാദത്തുകളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പിന്തുടരാൻ ശ്രമിക്കണം. സുന്നത്തായ ഇബാദത്തുകളിൽ ശ്രദ്ധിക്കണം. ഇബാദത്തുകളിൽ മാത്രം പോരാ, നമ്മളുടെ പരസ്പരമുള്ള ബന്ധങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, ഇടപാടുകളിൽ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തേണ്ട മേഖലകളിൽ, ഈ രംഗങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം. തങ്ങളുടെ മനസ്സിനെ നോവിക്കരുത്, തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്. ഒരു മഹാനായ വലിയനെ സംബന്ധിച്ച് പ്രകാരം പറയപ്പെടുന്നുണ്ട്, അദ്ദേഹം നബി തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവരായിരുന്നു, മുഹബ്ബത്തുള്ളവരായിരുന്നു. അദ്ദേഹം ഓരോ ആഴ്ചയിലും 1000-ഉം 10,000-ഉം ലക്ഷവും സലാത്തുകൾ കൃത്യമായി പറയും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ആ സലാത്തിന് അദ്ദേഹം ഹദിയ ചെയ്യും. എന്നിട്ട് ദുആ ചെയ്യും, പടച്ചവനെ എന്റെ ഹബീബിനെ എന്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണേ. പ്രിയമുള്ളവരെ, അദ്ദേഹം ഒരിക്കൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രം കീറിയിരിക്കുന്നു. തങ്ങളുടെ നെഞ്ചിന്റെ ഭാഗത്തൊക്കെ വസ്ത്രം കീറിപ്പറഞ്ഞിരിക്കുന്നു. ഈ സ്വപ്നത്തിൽ കണ്ട മഹാനായ മനുഷ്യൻ നബി തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്, അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. തങ്ങളുടെ സുന്ദരമായ വദനത്തെയും ശരീരത്തെയും കാണാൻ ആഗ്രഹിച്ച് എത്രയോ കാലമായി ദുആ ചെയ്തവരാണ്. തങ്ങളെ ഈ കോലത്തിൽ കണ്ടപ്പോൾ സ്വപ്നത്തിൽ അദ്ദേഹം വെപ്രാളപ്പെട്ടു, ചാടി എഴുന്നേറ്റു. നോക്കുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ ഒരുപാട് മുറിവുകൾ കണ്ടു. അവിടെയും ഇവിടെയും ഒക്കെ മുറിഞ്ഞു. ആ മുറിവുകളിൽ നിന്നൊക്കെ ഇങ്ങനെ രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് ഈ കാണുന്നത്? അങ്ങയുടെ നെഞ്ചു മുറിഞ്ഞിരിക്കുന്നു, അതിൽ നിന്നും രക്തമൊഴുകുന്നു, എന്താണ് ഈ കാണുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനയോടെ പറഞ്ഞു, അവരെന്നെ വേദനിപ്പിച്ചു, അവരെന്നെ മുറിവാക്കി, അവരെന്നെ വ്രണപ്പെടുത്തി, അവരെന്നെ നൊമ്പരപ്പെടുത്തി, അവരെന്റെ നെഞ്ച് ഈ കോലത്തിലാക്കി.
ഈ മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ജീവിതം മുഴുവൻ കുഫാറുകളായ ഖുറൈശികളിൽ നിന്നും ഈ വേദനകളൊക്കെ സഹിച്ചു. അവര് അങ്ങയെ അടിക്കുകയും ഇടിക്കുകയും പീഡിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോ വഫാത്തായതിനു ശേഷവും അവർ അങ്ങയെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണോ നബിയെ, ഇങ്ങനെ വേദനിപ്പിക്കുകയാണോ നബിയെ? എന്തിനാണ് അവരിങ്ങനെ അങ്ങയെ വേദനിപ്പിക്കുന്നത്? ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ മറുപടി പറഞ്ഞു, സഹോദര, ഖുറൈശികളല്ല, കുഫാറുകളല്ല, ജൂതന്മാരല്ല, നസാറാക്കളല്ല, ഇവിടുത്തെ ഇതര മതസ്ഥരല്ല, മുസ്ലിമീങ്ങളുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളല്ല എന്നെ കല്ലെറിഞ്ഞത്, എന്നെ വ്രണപ്പെടുത്തിയത്, എന്നെ നോവിച്ചത്, എന്റെ നെഞ്ചു കുത്തിപ്പൊളിച്ചത്, എന്നെ ഈ കോലത്തിൽ വേദനിപ്പിച്ചത് പിന്നെ ആരാന്നറിയുമോ? എന്റെ സമുദായമാണ്, എന്റെ സമുദായം, എന്റെ ആളുകൾ. ഞാൻ ആർക്കു വേണ്ടിയാണോ ഉറക്കമൊഴിഞ്ഞത്, ഞാൻ ആർക്കു വേണ്ടിയാണോ പട്ടിണിയിരുന്നത്, ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചത്, അവരാണ് എന്നെ വേദനിപ്പിച്ചത്. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങനെ വ്രണപ്പെടുത്തുകയോ ഞങ്ങൾ അങ്ങയെ വേദനിപ്പിക്കുകയോ മുറിവുണ്ടാക്കുകയോ എന്താണ് തങ്ങളെ അങ്ങ് പറയുന്നത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദര, നമ്മളുടെ സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ, പുതിയ തലമുറ, അവര് എന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാവും പകലും പരിശുദ്ധ റമദാൻ പോലും പരിഗണിക്കാതെ മദ്യപിക്കുമ്പോൾ അതെന്റെ നെഞ്ചത്തേക്ക് അവരാഞ്ഞു കുത്തുന്നത് പോലെയാണ്. അവര് കഞ്ചാവിന് അടിമപ്പെടുമ്പോൾ, കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുമ്പോൾ, കള്ളക്കച്ചവടം ചെയ്യുമ്പോൾ, അവർ ആഭാസികളാകുമ്പോൾ, പലിശ വാങ്ങുമ്പോൾ, അത് കൊടുക്കുമ്പോൾ, അവർ ഞാൻ പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുമ്പോൾ, എന്റെ സഹോദരിമാര്, എന്റെ സമുദായത്തിലെ പെൺകുട്ടികൾ എന്റെ കൽപ്പനയ്ക്ക് വിപരീതമായ നിലയിൽ അഴിഞ്ഞാടുകയും അലഞ്ഞുതിരികയും ചെയ്യുമ്പോൾ അതെന്റെ നെഞ്ചിലേക്ക് അവർ വലിച്ചെറിയുന്ന ആയുധം പോലെയാണ്. എന്റെ നെഞ്ചകം അവർ കുത്തിപ്പൊളിക്കുകയാണ്. ഞാൻ എന്റെ സമുദായം എനിക്ക് ഏൽപ്പിക്കുന്ന നൊമ്പരങ്ങളുടെയും വേദനകളുടെയും വിഷമങ്ങൾ പേറിക്കൊണ്ട് റൗളയിൽ കഷ്ടപ്പെടുന്നു എന്ന് പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ മഹാനായ മനുഷ്യൻ വിങ്ങിപ്പൊട്ടി ഓടി എഴുന്നേറ്റു. അദ്ദേഹം പള്ളിയിൽ വന്നു, മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ ഈ സ്വപ്നാനുഭവം പങ്കുവച്ചു. കരഞ്ഞ് 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 ഈ സ്വപ്നാനുഭവം പങ്കുവച്ചപ്പോൾ ആ സദസ്സിൽ നിന്നും 7 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ചാടി എഴുന്നേറ്റു. ആ ചാടി എഴുന്നേറ്റ കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അന്തം വിട്ടുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഉമ്മ വാതിൽ തുറന്നു, എന്ത് പറ്റുമോനെ, എന്ത് പറ്റുമോനെ, എന്ത് പറ്റുമോനെ എന്ന് ചോദിച്ചു. ഉമ്മ, ഇനി മേലിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ചല്ലാതെ ഭക്ഷണം കഴിക്കൂല. ഞാൻ ഇനി കളിക്കാൻ പോയാലും കുളിക്കാൻ പോയാലും പഠിക്കാൻ പോയാലും ഉമ്മ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ചല്ലാതെ ഞാൻ ഇനി ജീവിക്കൂല. എന്റെ റസൂലിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യൂല ഉമ്മ. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ എനിക്ക് മാപ്പാക്കി തരണമെന്ന് 7 വയസ്സുകാരനായ ഒരു കുട്ടി പറഞ്ഞു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിന്റെ ജുമാ ഖുതുബയിൽ നമ്മൾ ഇങ്ങനെ കുറെ മഹാന്മാരുടെ അനുഭവങ്ങളും അവർ നമുക്ക് നൽകിയ ഉപദേശങ്ങളും അവർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ഉദ്ധരണികളും അവർ ഉറക്കത്തിൽ കണ്ട സ്വപ്നങ്ങളും ഒക്കെ പറയുന്നു, കേൾക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആലോചിക്കുക, ഈ 7 വയസ്സുകാരനായ കൊച്ചു കിടാവിന്റെ മനസ്സിലുണ്ടായ മാറ്റമെങ്കിലും നമുക്കുണ്ടായില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് എവിടെ പോകും, നമ്മുടെ നിസ്കാരം എവിടെ പോകും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധ റമദാനിന്റെ ജുമാ ഖുതുബ ശ്രവിക്കുന്ന വേളയിൽ നമ്മൾ മനസ്സാ ഒരു ഉറച്ച തീരുമാനമെടുക്കും, ഇല്ല ഇനി അങ്ങോട്ട് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന നിലയിൽ ഞാനൊരു ഹറാമും ചെയ്യൂല, ഞാനൊരു തെറ്റും ചെയ്യൂല, ഞാനൊരു കുറ്റവും ചെയ്യൂല. എന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ടാവുകയില്ല, ജീവിതത്തിൽ സദാചാരപരമായ തോന്നിവാസങ്ങളൊന്നും ഞാൻ ഇനി ചെയ്യൂല. ഞാൻ എന്റെ ജീവിതത്തെ പരിപൂർണമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ അടിപ്പടയിൽ ആക്കി തീർക്കുമെന്നൊരു ഉറച്ച തീരുമാനം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള പ്രയത്നം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 7 ദിവസം ഏറ്റവും കുറഞ്ഞത് ആ രംഗത്തുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു നമ്മളെ കബൂലാക്കും, അള്ളാഹു നമ്മളെ സ്വീകരിക്കും. പാവങ്ങളായ നമ്മളെയും പടച്ചവൻ ഈ മഹാന്മാരായ ആളുകളുടെ പിന്നിൽ നാളെ പരലോകത്ത് എഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ, നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ നോമ്പിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നോമ്പിലൂടെ നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ട നന്മകളൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു എല്ലാ ഖൈർ ബറക്കാത്തുകളും ചൊരിഞ്ഞു തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മൾക്ക് കാവല് തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. കടങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ കൊണ്ട് അള്ളാഹു നമ്മുടെ കണ്ണിന് കുളിർമ തരുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യം തരുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവസാനം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി
സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇനിയും ഇങ്ങനെ പരിശുദ്ധ റമദാനിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റമദാനിന് ശേഷവും നല്ല അമലുകളിലായി നമ്മളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. നമ്മുടെ കാലുകൾ വഴുതിപ്പോകാതെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരിച്ചുപോയ നമ്മുടെ ബന്ധുമിത്രാദികളെ അള്ളാഹു മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു റഹം ചെയ്യുമാറാകട്ടെ. മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ലോകമെമ്പാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കളെയും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.